യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, പുറപ്പാട് പുസ്തകം 8-ാം അധ്യായം 1-ാമത്തെ തിരുവചനം, അവിടെ ഇങ്ങനെയാണ് പറയുന്നത്: എന്നെ ആരാധിക്കാനായി എന്റെ ജനത്തെ വിട്ടയക്കുക. ദൈവം മോശ വഴി ഫറവോയോട് പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതാണ്: എന്നെ ആരാധിക്കാനായി എന്റെ ജനത്തെ നീ വിട്ടയക്കണം. നീ പിടിച്ചു വച്ചിരിക്കുന്ന നിന്റെ ജനത്തെ, എന്റെ ജനത്തെ എന്നെ ആരാധിക്കാനായി നീ വിട്ടയക്കണം. വെളിപാട് പുസ്തകം 14-ാം അധ്യായം 7-ാമത്തെ തിരുവചനം പറയുന്നു: ആകാശത്തെയും ഭൂമിയെയും സമുദ്രത്തെയും നീരുറവകളെയും സൃഷ്ടിച്ചവനെ നിങ്ങൾ ആരാധിക്കുവിൻ. ചേർന്ന് പറഞ്ഞ മക്കളെ ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം 24-ാം തിരുവചനം നമുക്ക് എല്ലാവർക്കും അറിയാം. ദൈവം ആത്മാവാണ്, അവിടുത്തെ ആരാധിക്കുന്നവർ ആത്മാവിലും സത്യത്തിലുമാണ് ആരാധിക്കേണ്ടത്. 4:23 കർത്താവ് പറഞ്ഞു: യഥാർത്ഥത്തിൽ അങ്ങനെയുള്ള ആരാധകരെ തന്നെയാണ് പിതാവ് അന്വേഷിക്കുന്നത്. ഹല്ലേലൂയ. യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, നിങ്ങളെ ഞാൻ നൂറ്റാണ്ടുകൾക്ക് മുൻപേക്ക് കൂട്ടിക്കൊണ്ടു പോകുകയാണ്. സ്വർഗത്തിൽ ആരാധന നടന്നുകൊണ്ടിരിക്കുന്ന മനോഹരമായ സ്വർഗത്തിന്റെ അന്തരീക്ഷം. കോടിക്കണക്കിന് ദൂതന്മാർ ദൈവത്തെ ആരാധിക്കുന്നു. പരിശുദ്ധൻ 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 എന്ന് വിളിച്ചുകൊണ്ട് കോടിക്കണക്കിന് ദൂതന്മാർ ദൈവത്തെ ആരാധിക്കുന്ന അന്തരീക്ഷം. ആരാധനയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന ലീഡറിന്റെ പേര് ലൂസിഫർ. ലൂസിഫർ എന്ന വാക്കിന്റെ അർത്ഥം ലൈറ്റ് കാരിയർ, അല്ലെങ്കിൽ പ്രകാശം കൊണ്ട് നടക്കുന്നവൻ. പ്രകാശം കൊണ്ട് നടക്കുന്നവനായ, ആരാധനയ്ക്ക് നേതൃത്വം കൊടുക്കുന്നവനായ, അഭിഷേകം നിറഞ്ഞവനായ, എല്ലാം കൊണ്ടും തേജസ് നിറഞ്ഞവനായ മാലാഖമാരുടെ ലീഡർ ഒരു നിമിഷത്തേക്ക് ചിന്തിക്കുന്നു: ഞാൻ എന്തിന് ദൈവത്തെ ആരാധിക്കണം? ഞാൻ എന്തിനിങ്ങനെ ഹല്ലേലൂയ പാടണം? ഞാൻ എന്തിന് ദൈവത്തെ മഹത്വപ്പെടുത്തണം? എനിക്കെന്താണ് കുറവ്? ഞാൻ എന്തിലാണ് ദൈവത്തെക്കാളും താഴ്ന്നു നിൽക്കുന്നത്? എനിക്ക് ആരാധന കിട്ടിയാൽ എന്താണ് പ്രശ്നം? യേശയ്യായുടെ പുസ്തകം 14-ാം അധ്യായത്തിൽ ദൈവത്തിന്റെ വചനം ഇങ്ങനെയാണ് പറയുന്നത്: 4-7 പ്രാവശ്യം ലൂസിഫർ പറയുകയാണ്: ഞാൻ കയറും, ഞാൻ കയറും, ഞാൻ കയറും, ഞാൻ കയറും. വെളിപാടിന്റെ പുസ്തകം 12-ൽ നമ്മൾ ഇങ്ങനെ കാണുന്നു: അവൻ വെട്ടേറ്റ് നിലം പതിച്ചു, അവനോട് കൂടെ അവന്റെ കൂടെ ഉണ്ടായിരുന്ന 3 ദൂതന്മാരും. ഹല്ലേലൂയ. ഞാനിത് പറഞ്ഞത് വേറൊന്നിനുമല്ല, സ്വർഗത്ത് വലിയൊരു ആരാധന നയിച്ചുകൊണ്ടിരുന്ന ദൈവദൂതന്മാർ താഴെ വീണ് കഴിഞ്ഞപ്പോൾ, ആരാധന നയിച്ചുകൊണ്ടിരുന്ന വലിയൊരു സമൂഹം സ്വർഗത്തിൽ ഇല്ലാതായി കഴിഞ്ഞപ്പോൾ, ദൈവം അതിന് പകരമായി മാലാഖമാരെ സൃഷ്ടിക്കുന്നില്ല. മാലാഖമാരുടെ ഒഴിഞ്ഞുകിടക്കുന്ന കസേരകളിൽ പകരമിരുത്തുവാൻ സബ്സ്റ്റിറ്റ്യൂട്ട് മാലാഖമാരെ ദൈവം സൃഷ്ടിക്കുന്നില്ല. പകരം ദൈവം ഇങ്ങനെ പറയുകയാണ്: പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് ഇങ്ങനെ പറയാണ്: നമുക്കിനി പകരം മാലാഖമാരെ സൃഷ്ടിക്കണ്ട. ലെറ്റ് us create man in our likeness and in our image. നമുക്ക് നമ്മുടെ ഛായയിലും സാദൃശ്യത്തിലും മക്കളെ സൃഷ്ടിക്കാം. നമുക്കിനി മാലാഖമാരെ സൃഷ്ടിക്കണ്ട, ഉള്ളതൊക്കെ മതി. പകരം നമുക്ക് അവർക്ക് പകരം ഇന്ന് വരെ നമ്മൾ ചെയ്യാത്തൊരു കാര്യം ചെയ്യാൻ പോകുന്നു. നമുക്ക് നമ്മുടെ ഛായയിലും സാദൃശ്യത്തിലും നമുക്ക് മക്കളെ സൃഷ്ടിക്കാം. ഉച്ചത്തിൽ പറഞ്ഞ മക്കളെ ഹല്ലേലൂയ. ദൈവം മക്കളെ സൃഷ്ടിക്കുകയാണ്. നിങ്ങൾ ശ്രദ്ധിക്കണം, എന്തുകൊണ്ടാണ് പിശാചുക്കൾക്ക് നമ്മളോട് ഇത്രമാത്രം പ്രശ്നം? എന്താണ്? പിശാചുക്കൾ എന്തുകൊണ്ടാണ് പശുവിന്റെ പുറകെ പോകാത്തത്? പിശാചുക്കൾ എന്തുകൊണ്ടാണ് കിളികളുടെ പുറകെ പോകാത്തത്? പിശാചുക്കൾ എന്തുകൊണ്ടാണ് പക്ഷികളുടെ പുറകെ പോകാത്തത്? മൃഗങ്ങളുടെ പുറകെ പോകാത്തത്? എന്തുകൊണ്ടാണ് നമ്മുടെ പുറകെ വന്നിരിക്കുന്നത്? അവർക്കറിയാം, അവർക്ക് നഷ്ടപ്പെട്ടു പോയ മഹത്വം, അവർക്ക് നഷ്ടപ്പെട്ടു പോയ തേജസ്, അവരിരുന്ന് ആരാധിച്ചിരിക്കുന്ന സ്ഥലത്ത് ഇനി പോയിരുന്ന് ആരാധിക്കേണ്ടവർ നമ്മളാണ്. അവർക്ക് നഷ്ടപ്പെട്ട പ്രകാശവും തേജസ്സും നമുക്കാണ് ദൈവം വച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ എത്തിപ്പെടാതിരിക്കാൻ അവനവന്റെ സകല കഴിവുകളും നമുക്കെതിരെ അവസാനം വരെ പ്രയോഗിച്ചു കൊണ്ടിരിക്കുന്നു. ചേർന്ന് പറഞ്ഞ മക്കളെ ഹല്ലേലൂയ. ഇതുകൊണ്ടാണ് യേശു പറഞ്ഞത്: ദൈവത്തെ ആരാധിക്കുന്നവരുണ്ടോ എന്ന് ദൈവം അന്വേഷിക്കുന്നു. മാലാഖമാർ വിട്ടുകളഞ്ഞ ദൈവാരാധന, മാലാഖമാർ വിട്ടുകളഞ്ഞ പ്രൈസ് ആൻഡ് വർഷിപ്പ്, മാലാഖമാർ വിട്ടുകളഞ്ഞ ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ആ വലിയ സ്തുതിയുടെയും ആരാധനയുടെയും സ്തോത്ര കരയറ്റുന്നതിന്റെയും ജീവിതം, അതാരാണ് ചെയ്യുന്നതെന്ന് അന്വേഷിച്ചുകൊണ്ട് പിതാവിന്റെ കണ്ണുകൾ ഭൂമിയിൽ ഉടനീളം സഞ്ചരിക്കുന്നു. God is looking for worshippers, not for perfection. God is not at all looking for perfection. He is looking for passion.
ദൈവം പൂർണ്ണതയ്ക്ക് വേണ്ടിയല്ല നോക്കുന്നത്. ദൈവം സ്നേഹത്തോട് അവിടുത്തെ ഹൃദയത്തോട് ഒട്ടി നിൽക്കുന്ന ബലഹീനരായ കുറവുകളുള്ള നമ്മെയാണ് ദൈവം നോക്കുന്നത്. കരമടിച്ച് ദൈവത്തിന് നന്ദി പറഞ്ഞ മക്കളെ, കരമടിച്ച് 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 കർത്താവേ, കുറവുള്ള എന്റെ ആരാധന ഞങ്ങൾ സ്വീകരിക്കുന്നല്ലോ. ദൈവമക്കളെ, ഞാൻ ഇന്ന് പറയുന്ന വചനം നിങ്ങൾ ശ്രദ്ധിക്കണം. പുറപ്പാട് പുസ്തകം 23-ാം അധ്യായം 25-ാം തിരുവചനം, നിങ്ങളുടെ ദൈവമായ കർത്താവിനെ നിങ്ങൾ ആരാധിക്കണം, അപ്പോൾ ഞാൻ നിങ്ങളുടെ ഭക്ഷണവും പാനീയവും ആശീർവദിക്കും, രോഗം നിർമാർജനം ചെയ്യും, ഗർഭഛിദ്രമോ വന്ധ്യതയോ നാട്ടിൽ ഉണ്ടായിരിക്കുകയില്ല, ദീർഘായുസ് ഞാൻ നിനക്ക് തരും. ശ്രദ്ധിക്കണേ ദൈവമക്കളെ, ഇവിടെ ഇതിന്റെ ആത്മീയമായ അർത്ഥത്തിലേക്കാണ് ഇന്ന് ഞാൻ നിങ്ങളെ കൊണ്ടുപോകാൻ പോകുന്നത്. നിങ്ങളുടെ ദൈവമായ കർത്താവിനെ നിങ്ങൾ ആരാധിക്കുമ്പോൾ അബോഷൻ ഉണ്ടാവുകയില്ല, ഗർഭഛിദ്രം ഉണ്ടാവുകയില്ല, മരണം ഉണ്ടാവുകയില്ല. എന്താണ് ഇതിന്റെ അർത്ഥം? വർഷങ്ങളോളം വിശുദ്ധിക്ക് വേണ്ടി പരിശ്രമിച്ചിട്ട് പരാജയപ്പെട്ടു പോകുന്ന നമ്മൾ 3 മാസം കഴിയുമ്പോൾ നമ്മുടെ വിശുദ്ധി അബോഷനായി പോയി. 3 മാസം മദ്യപിക്കാതെ പിടിച്ചു നിൽക്കുന്ന ഒരു ചേട്ടൻ 3-ാം മാസം ശക്തമായ പ്രലോഭനത്തിൽ മദ്യപിച്ചു പോകുന്നു. അദ്ദേഹത്തിന്റെ മദ്യപാനത്തിൽ നിന്നുള്ള വിടുതൽ അബോഷനായി പോകുന്നു. ഒരു ഗർഭഛിദ്രം അവിടെ നടക്കുന്നു. ഒരിക്കൽ പോലും ആരോടും പിണങ്ങാതെ നടക്കുന്ന ഒരു വീട്ടമ്മ 2 മാസം കഴിയുമ്പോൾ ഭർത്താവിനോട് പിണങ്ങുന്നു. സ്നേഹത്തിലുള്ള അവളുടെ ജീവിതം അബോഷനായി പോകുന്നു. പ്രാർത്ഥനാ ജീവിതം ശക്തമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി പെട്ടെന്ന് പള്ളിപ്പോക്ക് നിർത്തുന്നു, സഭയെ കുറ്റപ്പെടുത്താൻ തുടങ്ങുന്നു, സഭയിൽ നിന്ന് അകലാൻ നോക്കുന്നു. ആ വ്യക്തിയുടെ തീഷ്ണത അബോഷനായി പോകുന്നു. നമ്മുടെ പല തീരുമാനങ്ങളും 4 മാസത്തിന്റെ അപ്പുറം നിൽക്കാറില്ല. ശരീരത്തിന്റെ വിശുദ്ധി പാലിക്കും, അശുദ്ധി കാണുകയില്ല എന്ന് തീരുമാനിക്കുന്ന വ്യക്തി 3-4 മാസം കഴിയുമ്പോൾ അത് തന്നെ കാണുന്നു. വിശുദ്ധി അബോഷനായി പോകുന്നു. ഞാൻ പറഞ്ഞ് ശ്രദ്ധിക്കണം, തീരുമാനങ്ങൾ പലതവണ എടുത്തിട്ടും അതെല്ലാം അബോഷനായി പോകുന്ന, നടപ്പിലാക്കാൻ സാധിക്കാത്ത, ജീവനിലേക്ക് കൊണ്ടുവരാൻ പറ്റാത്ത, പ്രാക്ടിക്കലാക്കാൻ പറ്റാത്ത, ദൈവത്തിന്റെ കൈക്ക് പിടിച്ച് നടക്കാൻ പറ്റാത്ത, തകർന്നു പോകുന്ന, ഉടഞ്ഞു പോകുന്ന, വർഷങ്ങളോളമായി വിശുദ്ധി കിട്ടാതെ വിഷമിക്കുന്ന നമ്മളെ നോക്കി ദൈവം പറയുന്നു, എന്റെ അടുത്ത് വരാൻ പൂർണ്ണത വേണമെന്ന് നിങ്ങളോട് ആരാണ് പറഞ്ഞത്? എന്റെ അടുത്ത് വരാൻ പരിശുദ്ധി വേണമെന്ന് നിങ്ങളോട് ആരാണ് പറഞ്ഞത്? എന്റെ അടുത്ത് വരാൻ പാപമില്ലാത്ത അവസ്ഥ വേണമെന്ന് നിങ്ങളോട് ആരാണ് പറഞ്ഞത്? ദൈവം പറയാണ്, വരിക, നിങ്ങളായിരിക്കുന്ന അവസ്ഥയിൽ എന്നെ ആരാധിക്കുക. പാപത്തോട് കൂടി തന്നെ, ഞാൻ പറഞ്ഞ് ശ്രദ്ധിക്കണം, പാപത്തോട് കൂടി തന്നെ, തകർച്ചയോട് കൂടി തന്നെ, ബലഹീനതയോട് കൂടി തന്നെ നിങ്ങൾ ദൈവത്തെ ആരാധിക്കണം എന്നാണ് ദൈവം പറയുന്നത്. അങ്ങനെ ആരാധിക്കുമ്പോൾ ദൈവം നമ്മിലേക്ക് ഇറങ്ങി വരികയും നമ്മിലുള്ള ആത്മീയ അബോഷനുകളെ, ആത്മീയ ഗർഭഛിദ്രങ്ങളെ ദൈവം ഇല്ലാതാക്കി, മരണത്തെ ഇല്ലാതാക്കി ദൈവം നമുക്ക് ജീവൻ തരും. ചേർന്ന് പറ മക്കളെ, ഹല്ലേലൂയ. നമ്മുടെ ചരിത്രത്തിൽ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ കോപിഷ്ഠന്മാരിൽ ഒരാളായിരുന്നു മോശ. ഒറ്റയടിക്ക് ഒരാളെ കൊന്നുകളഞ്ഞ ആളാണ്. ഇവിടെ അങ്ങനെ ആരുമില്ല. എൻ്റെ 20 വർഷത്തെ പ്രസംഗ ജീവിതത്തിൽ ഞാൻ അങ്ങനെ ആരെയും കണ്ടിട്ടില്ല. ഒറ്റയടിക്ക് ഒരാളെ കൊന്നുകളഞ്ഞ ഇത്രയും ദേഷ്യമുള്ള ഒരാള്. മാത്രമല്ല, ദൈവമായ കർത്താവ് സ്വന്തം കൈകൊണ്ട് എഴുതി കൊടുത്ത 10 കൽപ്പനകൾ കോപം വന്നിട്ട് മലയുടെ മുകളിൽ നിന്നും വലിച്ചെറിഞ്ഞു കളഞ്ഞ കോപിഷ്ഠൻ. നമ്മൾ ആരും ചെയ്യല. കാരണം ദൈവം എഴുതി തന്ന, നമുക്കറിയാം വിശുദ്ധ കുർബാന നമ്മൾ എത്ര ഭക്തിയോടെയാണ് സ്വീകരിക്കുന്നത്. ദൈവം തന്റെ കൈ കൊണ്ട് എഴുതി കൊടുത്ത 10 കൽപ്പനകൾ കോപം വന്ന് വലിച്ചെറിഞ്ഞ് പൊട്ടിച്ചു കളഞ്ഞ മോശ കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോൾ ദൈവം മോശയ്ക്ക് ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നു. ഭൂമുഖത്ത് ജീവിച്ചിരിക്കുന്ന ഏറ്റവും ശാന്തനായ വ്യക്തിയാണ് മോശ. എങ്ങനെ സംഭവിച്ചു എന്ന് ചോദിച്ചാൽ ഒറ്റ കാര്യം നമുക്ക് കാണാം. കോപം നിറഞ്ഞ മോശ കോപം മാറ്റിയിട്ടല്ല ദൈവത്തെ ആരാധിക്കാൻ പോയത്. ശ്രദ്ധിക്കണ ദൈവമക്കളെ, കോപം നിറഞ്ഞ മോശ കോപം മാറ്റി വെച്ചിട്ടല്ല ദൈവത്തെ ആരാധിക്കാൻ പോയത്. അവന്റെ കോപത്തോടു കൂടി തന്നെ അവൻ ദൈവത്തെ ആരാധിക്കാൻ ചെന്നു. അവൻ ദൈവത്തോട് എന്നിട്ട് പറഞ്ഞു, ദൈവമേ, നിനക്ക് തരാൻ എൻ്റെ കയ്യിലുള്ളത് എൻ്റെ കോപമാണ്. ഈ കോപം നിനക്ക് തരുന്നതാണ് എൻ്റെ ആരാധന. ചേർന്ന് പറ മക്കളെ, ഹല്ലേലൂയ. ഈ കോപമാണ് എനിക്ക് തരാനുള്ളത്. എനിക്ക് തരാൻ പുണ്യങ്ങളില്ല. നിന്റെ 10 കൽപ്പനകൾ പോലും വലിച്ചെറിഞ്ഞു കളഞ്ഞ കോപമാണ് എനിക്കുള്ളത്. അതുകൊണ്ട് എനിക്ക് തരാനുള്ളത് കോപമാണ്. I worship you Almighty God with my anger and hatred. എന്റെ വെറുപ്പോടും കോപത്തോടും കൂടെ തന്നെ ഉള്ളിലുള്ള ഈ കോപം നിനക്ക് തന്നുകൊണ്ട് നിന്നെ ഞാൻ ആരാധിക്കുന്നു.
ബൈബിൾ വായിക്കുമ്പോൾ കാണാം, there was a tent called tent of meeting, സമാഗമ കൂടാരം എന്ന് പറയുന്ന ഒരു കൂടാരം. മോശ മാത്രമേ അതിൻ്റെ അകത്ത് കയറത്തുള്ളൂ. ജനങ്ങൾ ആരും കയറത്തില്ല, അവർ ഭയന്ന് മാറി നിൽക്കും. മോശ അതിൻ്റെ അകത്തോട്ട് ചെന്ന് കമിഴ്ന്നടിച്ച് പേരിട്ട് പറയും, ദൈവമേ, ഞാൻ ചൂടനാണ്, ഞാൻ കോപിഷ്ഠനാണ്, ഞാൻ 10 കൽപ്പനകളെ എറിഞ്ഞൊടച്ച് കളഞ്ഞവനാണ്. But I worship you. I will spend time with your God. ഞാൻ നിന്റെ കൂടെ സമയം ചെലവഴിച്ച് നിന്നെ ആരാധിക്കും. എന്റെ എല്ലാ ബലഹീനതകളോടും കൂടി ഞാൻ നിന്റെ പാദത്തിങ്കൽ ഇരിക്കും. നീ ഇറങ്ങി വരുന്നത് വരെ ഞാൻ ഇരിക്കും. നീ എന്നെ തൊടുന്നത് വരെ ഞാൻ ഇരിക്കും. നീ എന്നിൽ നിറയുന്നത് വരെ ഞാൻ ഇരിക്കും. നീ എന്നെ ട്രാൻസ്ഫോം ചെയ്യുന്നത് വരെ ഞാൻ ഇരിക്കും. നീ എന്നെ പ്രകാശിപ്പിക്കുന്നത് വരെ ഞാൻ ഇരിക്കും. നീ എന്നെ രൂപാന്തരപ്പെടുത്തുന്നത് വരെ ഞാൻ ഇരിക്കും. നീ എന്നെ അഗ്നിയാക്കി മാറ്റുന്നത് വരെ ഈ കരിക്കട്ട ഇവിടെ ഇരിക്കും. ഈ കരിക്കട്ട തീയടകത്ത് തന്നെ ഇരിക്കും. ഇത് തീക്കട്ടയായി മാറുന്നത് വരെ ഞാൻ ഇരിക്കും. നമ്മൾ വചനത്തിൽ വായിക്കുന്നു, കുറേ സമയം മോശ ആരാധിച്ചു കഴിയുമ്പോൾ ഒരു മേഘം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് മോശ ഇരിക്കുന്ന പാളയത്തിന്റെ അകത്ത് വന്ന് നിറയുമായിരുന്നു. ആ മഹത്വത്തിന്റെ മേഘം മോശയെ പതുക്കെ പതുക്കെ രൂപാന്തരപ്പെടുത്താൻ തുടങ്ങി. മോശ ആള് മാറാൻ തുടങ്ങി. എല്ലാ ദിവസവും മോശ തന്റെ കുറവുകളോടുകൂടി ദൈവത്തെ ആരാധിക്കാൻ തുടങ്ങി. ഒടുവിൽ എന്ത് സംഭവിച്ചെന്നറിയാമോ മക്കളെ? ഒരു എക്സ്ചേഞ്ച് നടന്നു. മോശയുടെ കോപം ദൈവം എടുത്തുകൊണ്ട് പോയി. ദൈവത്തിന്റെ ശാന്തത മോശയും എടുത്തുകൊണ്ട് ഇറങ്ങി വന്നു. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. അനേക വർഷങ്ങളായി കോപം മാറ്റാൻ നോക്കിയിട്ട് എങ്ങനെയുണ്ട്? അശുദ്ധി മാറ്റാൻ നോക്കിയിട്ട് എങ്ങനെയുണ്ട്? കണ്ണുകളെ നിയന്ത്രിക്കാൻ നോക്കിയിട്ട് എങ്ങനെയുണ്ട്? 2 മാസം കഴിയുമ്പോൾ നമ്മൾ താഴെ പോകുന്നു. ദിസ് ഈസ് ദി ആൻസർ. നിങ്ങൾ എന്നെ ആരാധിക്കണം, അപ്പോൾ ഞാൻ ഇറങ്ങി വന്ന് നിങ്ങളുടെ ഗർഭഛിദ്രം, നിങ്ങളുടെ സ്പിരിച്വൽ അബോർഷൻ ഞാൻ നിങ്ങൾക്ക് വേണ്ടി മാറ്റിത്തരും. 2 കരമുയർത്തി വിളിച്ച മക്കളെ യേശുവേ എന്ന് വിളിച്ചേ. നന്നായിട്ട് വിളിച്ചു. മനസ്സിലായെങ്കിൽ, ദൈവത്തിന്റെ വചനം മനസ്സിലായെങ്കിൽ വിളിക്കുക, ശക്തിയോടെ വിളിക്കുക. കർത്താവേ, നമ്മുടെ ബലഹീനതകൾ, ഹല്ലേലൂയ. സഭയുടെ ചരിത്രത്തിൽ വിശുദ്ധരുടെ കൂട്ടത്തിലെ ഏറ്റവും കോപിഷ്ഠനായിരുന്നു വിശുദ്ധ ഫ്രാൻസിസ് ഡി സെയിൽസ്. അദ്ദേഹം സെമിനാരിയിൽ പഠിക്കുമ്പോൾ ദേഷ്യം വന്നിട്ട് മറ്റൊരു സെമിനാരി വിദ്യാർത്ഥിയെ കഴുത്തിന് കുത്തിപ്പിടിച്ച് ഭിത്തി കൊണ്ട് നിർത്തിയിട്ടുണ്ട്. എന്നിട്ട് മുട്ടുകാലി പൊക്കി വയറ്റിനിടിച്ചിട്ടുണ്ട്. നിങ്ങൾ ഓർക്കണം, ഇടികൊണ്ട സെമിനാരി വിദ്യാർത്ഥി നല്ലവനായിരുന്നു. എങ്കിലും അവൻ ഇങ്ങനെ പറഞ്ഞു, ഇത് ഞാൻ കംപ്ലൈന്റ് ചെയ്യും, കംപ്ലൈന്റ് കൊടുക്കും ഞാൻ നിനക്കെതിരെ. ഫ്രാൻസിസ് ഡി സെയിൽസ് സെമിനാരി വിദ്യാർത്ഥിയാണ്. മൂക്കിന്റെ അറ്റത്താണ് കോപം. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് അടിയാണ്. ഒരു കാരണവശാലും ഒരു വൈദികനാകാൻ പറ്റുകയില്ല. ഇടികൊണ്ട സെമിനാരി വിദ്യാർത്ഥിയുടെ കാലിൽ വീണിട്ട് പറഞ്ഞു, ഇപ്രാവശ്യത്തേക്ക് മാപ്പ് തരണം. അദ്ദേഹം പറഞ്ഞു, നീ 3ാമത്തെ പ്രാവശ്യമാണ് എന്നെ ഇടിക്കുന്നത്, ഇനി എന്നെ ഇടിച്ചാൽ ഞാൻ പറയാൻ നിൽക്കില്ല, കംപ്ലൈന്റ് കൊടുക്കും, നിന്നെ ഞാൻ തെറിപ്പിക്കും. അന്ന് ഫ്രാൻസിസ് ഡി സെയിൽസ് ഒരു കാര്യം തീരുമാനിച്ചു. 2-1 അറിഞ്ഞിട്ടേ ഉള്ളൂ ബാക്കി കാര്യം. സക്രാരിയുടെ മുൻപിൽ പോയി ഈശോയെ കുറെ നേരം നോക്കിക്കൊണ്ടിരുന്നു. എന്നിട്ട് പറഞ്ഞു, ഞാൻ ഇങ്ങനത്തെ ഒരു ചൂടൻ അച്ഛനായാൽ ഒന്നുകിൽ ഞാൻ അല്ലെങ്കിൽ ജനങ്ങൾ, 2-1 കാണത്തുള്ളൂ. ആൾക്കാരിളകും, ഒന്നെങ്കിൽ ഞാൻ തെറിക്കും, എനിക്ക് അച്ഛനാകാൻ പറ്റില്ല. ഇത് വെറും ഒരു കരിക്കട്ടയാണ്, കരിക്കട്ട. എന്നിട്ട് അദ്ദേഹം കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, എന്റെ അമ്മ അടുപ്പ് കത്തിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. കരിക്കട്ട എടുത്ത് കുറെ നേരം തീയടകത്ത് വെച്ച് കഴിയുമ്പോൾ എന്റെ അമ്മ അതിനെ എടുക്കുമ്പോൾ അത് തീക്കട്ടയായിട്ട് മാറുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. കരിക്കട്ട തീയടകത്ത് ഒരു അരമണിക്കൂർ വെച്ച് കഴിയുമ്പോൾ തീക്കട്ടയായി മാറുന്നു. ഫ്രാൻസിസ് ഡി സെയിൽസ് മൂക്കിന്റെ അറ്റത്ത് ദേഷ്യമുള്ള ഒരു കരിക്കട്ടയാണ്. വിശുദ്ധ കുർബാനയിലെ അഗ്നിയെ എന്നെ സ്വീകരിച്ചാലും എന്റെ ആരാധന ഇതാണ്. എന്റെ കുറവുകളാണ് എന്റെ ആരാധന, എന്റെ ബലഹീനതയാണ് എന്റെ ആരാധന. ഇൻ യുവർ വീക്ക്നെസ് മൈ സ്ട്രെങ്ത് വിൽ ബി പെർഫെക്റ്റഡ്. നിന്റെ ബലഹീനതയിലാണ് എന്റെ ശക്തി പ്രകടമാകുന്നത്. പൗലോസ്, നിനക്ക് എന്റെ കൃപ മതി. ഇൻ യുവർ വീക്ക്നെസ് മൈ സ്ട്രെങ്ത് വിൽ ബി പെർഫെക്റ്റഡ്. നിന്റെ ബലഹീനതയിൽ എന്റെ ശക്തി തെളിഞ്ഞു വരും. നമ്മുടെ ബലഹീനതയാണ് നമ്മുടെ ബലം. ചേർന്ന് പറ മക്കളെ, ഹല്ലേലൂയ. നമുക്ക് ദൈവത്തിന് കൊടുക്കാൻ സ്വർണവും മീറയും കുന്തിരിക്കോ അല്ല, നമ്മുടെ കുറവുകളാണ് നമ്മൾ ദൈവത്തിന് കൊടുക്കുന്നത്. ദൈവം അത് ഏറ്റെടുക്കാനാ വന്നത്. പകരം ദൈവത്തിന്റെ നിറവ് ദൈവം നമുക്ക് പകരം തരുന്നു. മനസ്സിലായവർ പറ ഹല്ലേലൂയ. ഫ്രാൻസിസ് ഡി സാലസ് അന്നൊരു 4-5 മണിക്കൂർ സമയം സക്രാരി നോക്കിക്കൊണ്ട് പറഞ്ഞു, എന്നെ മാറ്റണം അല്ലെങ്കിൽ എന്നെ എടുക്കണം, എന്നെ മാറ്റണം അല്ലെങ്കിൽ എന്നെ എടുക്കണം. ഇനി ഭൂമിയിൽ ജീവിക്കണമെങ്കിൽ നീ തൊടാതെ ഞാൻ പോകത്തില്ല. കർത്താവ് കേട്ടു. പ്രിയപ്പെട്ട മക്കളെ, നിങ്ങൾക്കൊരു കാര്യം അറിയാമോ? കത്തോലിക്ക സഭയുടെ പഠനമാണ് ഞാൻ പറയാൻ പോകുന്നത്. സഭ കണ്ട ഏറ്റവും സ്നേഹമുള്ള വിശുദ്ധൻ ഫ്രാൻസിസ് അസീസി. സഭ കണ്ട ഏറ്റവും ശാന്തനായ വിശുദ്ധൻ
ഫ്രാൻസിസ് ഡി സെയിൽസ്, നമ്മളിപ്പോൾ പറഞ്ഞ സെമിനാരി വിദ്യാർത്ഥിയെ ഇടിക്കുകയും തൊഴിക്കുകയും കഴുത്തിന് കുത്തിപ്പിടിക്കുകയും ചെയ്ത ഈ മകനെ കർത്താവിൻ്റെ കരങ്ങൾ ഏറ്റെടുത്തു. സഭയിലെ ഉന്നതനായ വിശുദ്ധൻ. എനിക്ക് സഭയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട പുസ്തകങ്ങൾ എഴുതിയിരിക്കുന്നത് വിശുദ്ധ ഫ്രാൻസിസ് ഡി സെയിൽസിന്റെ പുസ്തകങ്ങളാണ്. ആത്മീയതയിൽ ഈ മനുഷ്യൻ എങ്ങനെ മാറി എന്നുള്ളതൊരു അത്ഭുതമാണ്. ഒറ്റ കാര്യമേ ഉള്ളൂ, നിങ്ങൾ എന്നെ ആരാധിക്കുമ്പോൾ ഞാൻ ഇറങ്ങി വരും, നിങ്ങളുടെ സ്പിരിച്വൽ അബോഷനുകളെ ഞാൻ എടുത്തു മാറ്റും. കൈയടിച്ച് നല്ല ദൈവത്തിന് നന്ദി പറ. ഇനി അതുകൊണ്ട് ദൈവത്തെ ആരാധിക്കാൻ മടിക്കരുത്. കുറവുകളോടുകൂടി തന്നെ ചെല്ലണം, ദൈവത്തിന്റെ അടുത്ത് ചെല്ലണം. ദൈവമേ, എന്റെ കുറവിത, ഞാൻ ആസക്തിയാണ് നിനക്ക് തരുന്നത്, എന്റെ ബലഹീനതയാണ് നിനക്ക് തരുന്നത്, എന്റെ കുറവുകളാണ് ഞാൻ നിനക്ക് തരുന്നത്. നിനക്ക് തരാൻ എന്റെ കയ്യിൽ ഒന്നുമില്ല, എന്റെ കുറവുകളാണ്. നമ്മളെ ദൈവം കാലക്രമേണ മാറ്റിമറിക്കും. ചെറുത് പറ മക്കളെ, ഹല്ലേലൂയാ. ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയാ. ഞാൻ ഓർക്കുന്നു, ഇത് ഞാൻ 20ാമത്തെ വർഷമാണ് ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നത്. ആദ്യ നാളുകളിൽ പല തവണ സുവിശേഷ പ്രസംഗം ഇട്ടിട്ട് പോകാൻ ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. കാരണം തുറന്നു പറയാണ്, നിങ്ങളോട് തുറന്നു പറയാണ്, പ്രസംഗിക്കുന്നത് പ്രാക്ടീസ് ചെയ്യാൻ പറ്റാത്ത കാപട്യം ഹൃദയത്തിൽ നിറഞ്ഞപ്പോൾ ഞാൻ ഓർക്കുന്നു, പ്രസംഗിക്കുന്നത് ജീവിക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായപ്പോൾ, ജനത്തോട് പറയുന്നത് പ്രാക്ടീസ് ചെയ്യാൻ പറ്റാത്ത സങ്കടവുമായി രാത്രികാലങ്ങളിലും പ്രഭാതങ്ങളിലും എടുത്ത് നിലവിളിക്കാൻ തുടങ്ങി. ദൈവമേ, എനിക്കിനി പ്രസംഗിക്കാൻ വയ്യ, ആളുകളെ വഞ്ചിക്കാൻ വയ്യ, ആളുകളുടെ മുമ്പിൽ വിശുദ്ധി കളിക്കാനായിട്ട് വയ്യ, എനിക്ക് സാധിക്കാത്ത കാര്യം ഞാൻ എങ്ങനെ ആളുകളോട് പറയും? എനിക്ക് പറ്റുന്നില്ല, ഞാനിത് എങ്ങനെയാണ് പ്രസംഗിക്കുന്നത്? ദൈവത്തിന്റെ മറുപടി വന്നു, ജോൺ, യു ഷുഡ് വർഷിപ്പ് മീ. സോയിച്ച നേരത്തെ പറഞ്ഞതുപോലെ പ്രഭാതങ്ങളിൽ എഴുന്നേറ്റിരിക്കാൻ തുടങ്ങി. എന്റെ ബലഹീനത, എന്റെ വീക്ക്നെസ്സസ്, എന്നെ പാപത്തിലേക്ക് വലിക്കുന്ന എന്റെ നേച്ചർ ഞാൻ ദൈവത്തിന് കൊടുത്തുകൊണ്ട് ആരാധിക്കാൻ തുടങ്ങി. മക്കളെ, ദൈവം ഇറങ്ങി വന്നു, മുറിയിലേക്ക് ഇറങ്ങി വന്നു, പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നു. പതിയെ പതിയെ കാടനായ ജോൺ മാറാൻ തുടങ്ങി. പതിയെ പതിയെ എനിക്ക് മനസ്സിലായി, ഇന്നലെ വരെ എനിക്ക് ചെയ്യാൻ പറ്റാതിരുന്ന കാര്യങ്ങൾ ദൈവം എന്നിലൂടെ ചെയ്യുകയാണ്. ദൈവം എനിക്ക് ബലം തരികയാണ്. ദൈവം എന്റെ ബലമായി മാറുന്നു. കർത്താവ് എന്റെ പാറയാകുന്നു, എന്റെ കോട്ടയാകുന്നു, എന്റെ അഭയകേന്ദ്രമാകുന്നു, എന്റെ ശിലയാകുന്നു, എന്റെ സർവവുമായി മാറുന്ന അനുഭവം ഉണ്ടായി. ഞാൻ വീണ്ടും പറയുന്നു, ദൈവത്തെ ആരാധിക്കുന്നവരുണ്ടോ എന്ന് ദൈവം അന്വേഷിക്കുന്നു. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. കുറെ വർഷങ്ങൾക്ക് മുമ്പ് ബഹുമാനപ്പെട്ട സോജിയച്ചനുമായിട്ട് ഒരു സ്ഥലത്ത് ശുശ്രൂഷയ്ക്ക് പോവുകയാണ്. കാറിൽ കയറി ഫ്രണ്ട് സീറ്റിലിരുന്നത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. ഇവിടെ നവടം വരെ അച്ഛൻ പാടുകയാണ്. അച്ഛൻ ഭയങ്കര ഒരു ഗായകനൊന്നും അല്ല, നിങ്ങൾക്കറിയാം, യേശുദാസിനെ പോലെ പാടുന്ന ആളൊന്നും അല്ല. പക്ഷേ 2 മണിക്കൂർ നേരം എന്നോട് അദ്ദേഹം ഒരു വാക്കുപോലും സംസാരിച്ചില്ല. അന്ന് വേറെ പല ദിവസങ്ങളിലും സംസാരിച്ചിട്ടുണ്ട്, പക്ഷെ അന്ന് ഞാൻ ഇപ്പോഴും ആ ദിവസം ഓർക്കുന്നു. എന്റെ വിശ്വാസം പ്രിസ്റ്റൺ എന്ന് പറയുന്ന പള്ളിയിൽ നടന്ന ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി പോവുകയാണ് ഇവിടെ നിന്ന്. അതെ, ഞാൻ ഇപ്പോഴും അത് ഓർക്കുന്നു. ആ പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ എന്ന് പറഞ്ഞ് ഈ 2 മണിക്കൂർ സമയവും ദൈവത്തെ ആരാധിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ എന്ന് പറഞ്ഞു മാത്രം 2 മണിക്കൂർ സമയം പ്രിസ്റ്റൺ വരെ സ്റ്റിയറിംഗിൽ കൈപിടിച്ചുകൊണ്ട് അദ്ദേഹം കാർ ഓടിച്ച ഒരു സംഭവം എന്റെ മനസ്സിൽ ഇന്നും മായാതെ നിൽക്കുകയാണ്. എനിക്ക് മനസ്സിലായി എന്തുകൊണ്ടാണ് ദൈവം അദ്ദേഹത്തെ ഈ ദേശത്ത് കൊണ്ടുവന്ന് ഇങ്ങനെ ഉപയോഗിക്കുന്നത്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. ഞാനൊരിക്കല് ഇവിടെ UK ഒരു വീട്ടിൽ താമസിക്കുകയാണ്. ആ വീട്ടിൽ താമസിക്കുമ്പം ആ വീട്ടിലെ ചേട്ടനോട് പറഞ്ഞു, ഡോക്ടറെ, ഞാൻ വലിയൊരു മദ്യപാനിയായിരുന്നു, എന്റെ മദ്യപാനം മാറിയത് എങ്ങനെയാണെന്ന് അറിയാമോ? ഞാൻ ചോദിച്ചു, ധ്യാനം കൂടിയിട്ടാണോ? അല്ല, ധ്യാനം കൂടിയിട്ടല്ല. ഒരു ദിവസം കുർബാന കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ സോജിച്ചൻ എന്റെ തോളയിൽ ഇങ്ങനെ തട്ടിയിട്ട് ചോദിച്ചു, ചേട്ടാ സുഖമാണോ? ഭാര്യയ്ക്കും മക്കൾക്കൊക്കെ സുഖമാണോ? സുഖമാണച്ചാ എന്ന് ഞാൻ പറഞ്ഞു. ഡോക്ടറെ, തിരിച്ച് ഞാൻ വീട്ടിൽ ചെന്ന് മദ്യക്കുപ്പി തുറക്കാൻ നോക്കിയിട്ട് എനിക്ക് കുടിക്കാൻ പറ്റുന്നില്ല. എന്റെ അകത്തുനിന്ന് ഒരു ഛർദിൽ വരികയാണ്, ഓക്കാനിക്കാൻ വരുന്നത് പോലെ വരികയാണ്. ആ മനുഷ്യനോട് പറഞ്ഞു, 6 വർഷങ്ങൾ കഴിഞ്ഞു, ഇന്ന് എനിക്ക് മദ്യക്കുപ്പി തുറന്നാൽ, ആരെങ്കിലും മദ്യക്കുപ്പി തുറന്നാൽ ഛർദിക്കാൻ വരും. പരിപൂർണ വിടുതൽ എന്ന് എനിക്ക് കിട്ടി. ഒരു വചനപ്രഘോഷണം കേട്ടിട്ടല്ല, കർത്താവിന്റെ ദാസന്റെ തോളിൽ തട്ടി സുഖമാണോ എന്ന് ചോദിച്ച ഒറ്റ വാക്കിൽ എന്റെ മേലുണ്ടായിരുന്ന ബന്ധനം അഴിഞ്ഞു പോയി. എങ്ങനെയാണ് ഈ ശക്തി വരുന്നത്? ആരാധിക്കുന്നവരിൽ. God is looking for worshippers. ദൈവം ആരാധിക്കുന്നവരുണ്ടോ എന്ന് നോക്കുന്നു. I repeat, God is not at all looking for perfection. He is looking for passion. ദൈവം പൂർണ്ണതയ്ക്ക് വേണ്ടി നോക്കുന്നവനല്ല. ദൈവത്തിന് അതൊരിക്കലും നമ്മിൽ നിന്ന് കിട്ടത്തില്ല എന്ന് ദൈവത്തിന് നന്നായിട്ട് അറിയാം.
പക്ഷെ ആ പാഷൻ ഉണ്ടല്ലോ, ദൈവമേ, കൊച്ചുത്രേസ്യ പറയുന്നൊരു കാര്യമുണ്ട്, ലോകത്തിൽ ഞാൻ ഒരു കാര്യത്തിൽ ആരെയും വിട്ടുകൊടുക്കില്ല, ഈശോയെ എന്നേക്കാൾ കൂടുതൽ ആരെ സ്നേഹിക്കാൻ ഞാൻ സമ്മതിക്കില്ല. എന്താണ്? ലോകത്തിലുള്ള എല്ലാവരെക്കാൾ അധികമായിട്ട് ഞാനായിരിക്കും ഈശോയെ സ്നേഹിക്കുന്നത്. അതിന് ഞാനൊരു മത്സരത്തിലാണ്. ഇതാണ് ദൈവം നോക്കുന്നത്. വിശുദ്ധി പുറകെ വരും. മക്കളെ ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. നിങ്ങൾ ദൈവത്തെ സ്നേഹിക്കാൻ തുടങ്ങിക്കോ, ദൈവത്തെ ആരാധിക്കാൻ തുടങ്ങിക്കോ, സ്വഭാവം മാറ്റാൻ നോക്കണ്ട. ഇതെന്ത് പ്രസംഗമാണ് നിങ്ങൾ വിചാരിക്കും? ഇതാണ് പ്രസംഗം. ഹല്ലേലൂയ. സ്വഭാവം മാറ്റുന്നത് നമ്മുടെ ജോലി അല്ല. സ്വഭാവം മാറിപ്പോകുകയാണ്. സ്വഭാവം നമ്മൾ പോലും അറിയാതെ മാറുകയാണ്. ജീവന്റെ ഒഴുക്ക് നമ്മളിലേക്ക് വരുമ്പോൾ നമ്മുടെ അകത്തു നിന്ന് സ്വർഗത്തിന്റെ ഒരു സംസ്കാരം പുറത്തേക്ക് വരാൻ തുടങ്ങുന്നു. സ്വർഗം നമ്മളിൽ നിറയുന്നു, സ്വർഗം നമ്മളിലൂടെ ഒഴുകുന്നു. നിറയുന്ന സ്വർഗം പുറത്തേക്ക് വരുന്നു. അതുകൊണ്ട് ലൈഫ് മാറ്റാൻ ഒരുപാട് കടന്ന് നോക്കരുത്. നമ്മൾ വീണ്ടും വീണ്ടും വീണുകൊണ്ടിരിക്കും. പകരം കർത്താവിനെ വട്ടുപിടിച്ച് ആരാധിച്ചുകൊണ്ടിരിക്കുക. നമ്മുടെ ജീവിതം 2-3 മാസത്തിനകം സുഗന്ധം പരത്തുന്ന ജീവിതമായി മാറും. നിങ്ങൾ അനേക വർഷങ്ങൾ ശ്രമിച്ചിട്ട് നടക്കാത്തത് ഏതാനും മാസങ്ങൾ കൊണ്ട് പരിശുദ്ധാത്മാവ് ചെയ്തു തരുന്നത് സന്തോഷത്തോടെ അറിയും. കരമടിച്ച് ദൈവത്തിന് നന്ദി പറ മക്കളെ. ഹല്ലേലൂയ. നമുക്ക് നടക്കും. അത് ദൈവത്തെ ആരാധിക്കുമ്പോഴാണ്, ദൈവത്തെ ആരാധിക്കുമ്പോഴാണ് ഇത് സംഭവിക്കുന്നത്. ദൈവത്തെ ആരാധിക്കുമ്പോൾ മാത്രമാണ് അത് സംഭവിക്കുന്നത്. ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. ഞാൻ ഓർക്കുകയാണ്, ഒരിക്കൽ പാലായില് താപോറിലെ ധ്യാനം കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് വരുന്ന വഴിക്ക് ഉണക്കമീൻ്റെ ഒരു കടയുണ്ട്. ഇങ്ങോട്ട് വരുമ്പം മാതാവിൻ്റെ ഒരു പള്ളിയുണ്ട്. ഇങ്ങോട്ട് വരുമ്പം അതിൻ്റെ അടുത്തൊരു ഉണക്കമീൻ കട. ഒരുപാട് ഉണക്കമീൻ ഇങ്ങനെ കയറ്റി വെച്ചിരിക്കുകയാണ്. അപ്പം ഞാൻ ഇതൊന്ന് കാണാൻ വേണ്ടിയിട്ട്, ഇത്രയും തരം ഉണക്കമീൻ ഉണ്ടല്ലോ എന്ന് കണ്ടിട്ട് ഇതിൻ്റെ കടയുടെ അകത്ത് നിന്ന് കുറേ നേരം ഈ ഉണക്കമീനെല്ലാം ഇങ്ങനെ നോക്കി. ഒന്നും വാങ്ങിച്ചില്ല. ഞാൻ നോക്കിയപ്പോൾ ഒരു 19 ടൈപ്പ് ഉണ്ട്. ഇത്രയും ടൈപ്പ് ഉണക്കമീനോ എല്ലാം ഒക്കെ നോക്കി കണ്ട് ചേട്ടനോട് കൊച്ചു വർത്താനമൊക്കെ പറഞ്ഞ് ഞാൻ തിരിച്ചെൻ്റെ വണ്ടി കയറി വീട്ടിലോട്ട് വന്ന പാടെ അമ്മേനോട് ചോദിച്ചു, മോൻ ഉണക്കമീൻ മേടിച്ചോണ്ടാണോ വരുന്നത്? ഞാൻ പറഞ്ഞില്ല, ഉണക്കമീൻ വാങ്ങിച്ചിട്ടില്ല. അമ്മ പറഞ്ഞു, കള്ളം പറയരുത്, സത്യം പറ, മോൻ ഉണക്കമീൻ മേടിച്ചിട്ടാണോ വന്നിരിക്കുന്നത്? ഞാൻ പറഞ്ഞില്ല അമ്മേ, ഉണക്കമീൻ്റെ ഭയങ്കരമായി ഗന്ധമടിക്കുന്നല്ലോ മോനെ. ഞാൻ പറഞ്ഞു, അമ്മ കടയിൽ ഒരു 20 മിനിറ്റ് വരെ ഞാൻ നിന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കിക്കൊണ്ട് നിന്നു കടയിൽ. അത്രേ ചെയ്തിട്ടുള്ളൂ, ഞാൻ മേടിച്ചില്ല. അമ്മ പറയാ, മോൻ വന്നു കയറിയപ്പോ തന്നെ ഉണക്കമീൻ്റെ ഗന്ധവും കൊണ്ടാ വന്ന്. സഹോദരങ്ങളെ, ഉണക്കമീൻ്റെ ഗന്ധം ഉണ്ടാക്കാൻ ഞാൻ പ്രത്യേകിച്ച് ഒന്നും ചെയ്തില്ല, ഉണ്ടായിപ്പോയതാണ്. ഉണക്കമീൻ്റെ കടയിൽ 20 മിനിറ്റ് നേരം നിന്നപ്പോൾ എൻ്റെ പുറത്ത് ഞാൻ പോലും അറിയാതെ ഉണക്കമീൻ്റെ ദുർഗന്ധം പറ്റിപ്പിടിച്ചുവെങ്കിൽ നിങ്ങൾ ഞാനും 1 മണിക്കൂർ നേരം ദൈവത്തെ എല്ലാം മറന്ന് ആരാധിക്കുമ്പോൾ സ്വർഗത്തിന്റെ സുഗന്ധം ഉണ്ടാക്കാൻ നോക്കണ്ട, അത് താനേ വരുമെന്നാണ് കർത്താവ് പറയുന്നത്. സ്വർഗത്തിന്റെ സ്വഭാവം ഉണ്ടാക്കാൻ നോക്കണ്ട, അത് താനേ വരും. ആരാധിക്കുന്ന വ്യക്തികൾ ആരാധിച്ചാണ് വിശുദ്ധരായി തീരുന്നത്. കരമടിച്ച് മനസ്സിലായെങ്കിലും നോക്കട്ടെ മക്കളെ, നമ്മൾ നന്നായിട്ടല്ല ആരാധിക്കുന്നത്, ആരാധിച്ച് വിശുദ്ധരായി തീരുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ഞാൻ പറയാം, വെള്ളം അടിച്ചിരിക്കുന്ന ചേട്ടൻ, നിങ്ങൾ ക്ഷമിക്കണം ഞാനിങ്ങനെ പറയുന്നത്, അടിച്ച് കോണ്ടിരിഞ്ഞു ഒന്നുകൊണ്ട് ദൈവത്തെ ആരാധിക്കണം. എന്നിട്ട് പറയണം, ഇന്ന് അടിക്കരുതെന്ന് വിചാരിച്ചതാണ്, പക്ഷെ അടിച്ചുപോയി. എങ്കിലും കർത്താവെ, അങ്ങേ ആരാധിക്കാതിരിക്കാൻ എനിക്ക് പറ്റില്ല. അതുകൊണ്ട് ഈ വെള്ളമടിയുടെ അകത്ത് നിന്നുകൊണ്ട് ഞാൻ അങ്ങേ ആരാധിക്കുന്നു. ഒരു കാര്യം ഞാൻ പറയാം, കുറെ നേരം വെള്ളമടിയുടെ അകത്ത് നിന്ന് ആരാധിക്കുമ്പോൾ മനുഷ്യരെല്ലാം പരിഹസിച്ചാലും സ്വർഗത്തിരുന്നു കൊണ്ട് ദൈവം ഗബ്രിയേൽ മാലാഖയോട് പറയും, നീ അത് കണ്ടോ, എൻ്റെ മകൻ ഫുൾ ഫിറ്റാ, പക്ഷെ അവൻ അതിൻ്റെ ഇടയ്ക്ക് തെറിയല്ല വിളിക്കുന്നത്, അവൻ എന്നെ ആരാധിക്കുകയാണ്. ഞാൻ പറയാം, ഇത് നിങ്ങളുടെ ലോജിക്കിന് മനസ്സിലാകുന്നല്ല, പക്ഷെ ചേട്ടന്മാരെ, യു ട്രൈ ഇറ്റ്, യു വിൽ വിൻ. നിങ്ങൾ ജയിക്കും. നിങ്ങൾ കുറച്ചു നേരം ആരാധിച്ചു കഴിയുമ്പോൾ നിങ്ങളുടെ മദ്യലഹരിക്ക് പകരം പരിശുദ്ധാത്മാവിന്റെ ഒരു ലഹരി നിങ്ങളുടെ അകത്തേക്ക് വരാൻ തുടങ്ങും. പരിശുദ്ധാത്മാവ് നിങ്ങളെ ഏറ്റെടുക്കും. നിങ്ങൾ മദ്യം തൊടാത്തവണ്ണമുള്ള ഒരു ദൈവിക സ്വഭാവം ആരാധനയിലൂടെ ദൈവം നമുക്ക് തരും. ചേർന്ന് പറ മക്കളെ, ഹല്ലേലൂയ. ആരാധിക്കുന്നവരുണ്ടോ എന്നാണ് പിതാവ് നോക്കിക്കൊണ്ട്. പിതാവ് എന്റെ വചനമെല്ലാം അനുസരിക്കുന്നവരുണ്ടോ എന്ന് പിതാവ് നോക്കിക്കൊണ്ട് നടക്കുന്നു. നോ, ഇല്ല. വചനം അനുസരിക്കണമെന്ന് ചോദിച്ചാൽ വചനം അനുസരിക്കണം, പക്ഷെ അത് ആരാധിക്കുന്നവർക്കേ പറ്റുമെന്ന് പിതാവിനറിയാം. ഹല്ലേലൂയ. അതുകൊണ്ട് എൻ്റെ കൽപ്പനകളെല്ലാം അനുസരിക്കുന്ന വിശുദ്ധന്മാരുണ്ടോ എന്ന് ദൈവം അന്വേഷിക്കുന്നു. വചനമില്ല, പകരം എന്നെ ആരാധിക്കുന്നവരുണ്ടോ എന്ന്
ദൈവം എന്തിനാണ് സഭ നമുക്ക് എല്ലാ കത്തോലിക്ക സഭയിൽ ഇത്രയും അച്ഛന്മാരുടെ ഷോർട്ടേജ് ഉണ്ടായിട്ടും മാക്സിമം സഭ എല്ലാ ദിവസവും വിശുദ്ധ കുർബാന വച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ്? പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ കണ്ടിട്ടുണ്ട് ചില യൂറോപ്പിലെ ദേവാലയങ്ങളിൽ 4 പേരാണ് കുർബാനയ്ക്ക്, പക്ഷെ അവിടെ ഒരു വിശുദ്ധ ബലി അച്ഛനുണ്ട് നടന്നിരിക്കും. ഏറ്റവും വലിയ ആരാധനയിലൂടെ നമ്മളിലേക്ക് കൃപയൊഴുക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു. ആരാധിച്ച് വിശുദ്ധരായി പോയ ആൾക്കാരുണ്ട്. ചേർന്ന് പറ മക്കളെ, ഹല്ലേലൂയ. ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. കേരളത്തിലെ തങ്കച്ചൻ തുണ്ടിയിൽ എന്ന് പറയുന്ന ഒരു ബ്രദർ ഉണ്ട്, നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് അറിയത്തില്ല. 4ാം ക്ലാസ് പഠിച്ചു കഴിഞ്ഞപ്പോൾ സാമ്പത്തിക ബുദ്ധിമുട്ട് കൊണ്ട് പഠിക്കാൻ പറ്റാതെ പോയ മനുഷ്യൻ തെങ്ങ് കയറ്റക്കാരനാണ്. ഇന്ന് അച്ഛന്മാർക്ക് ക്ലാസ് എടുക്കും, സിസ്റ്റേഴ്സിന് ക്ലാസ് എടുക്കും, ധ്യാന കേന്ദ്രങ്ങളിൽ ക്ലാസ് എടുക്കും. 4ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ. 30 പുസ്തകങ്ങളാണ് അദ്ദേഹം എഴുതിയത്. അദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾ സെയിന്റ് പോൾസ് ബുക്ക് ഇപ്പോൾ പ്രസിദ്ധീകരിക്കുന്നു. നിങ്ങൾ ഓർക്കണം, എങ്ങനെയാണ് ഒരു 4ാം ക്ലാസ്സുകാരൻ ഇങ്ങനെയായത്? ഒറ്റ കാര്യമുള്ളൂ, ഏതു കൊടിയ തണുപ്പിലും മഴയിലും വിശുദ്ധ കുർബാനയിൽ കർത്താവിനെ ആരാധിക്കാൻ അദ്ദേഹം സമയം കണ്ടെത്തുന്നു. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. കഴിഞ്ഞ 10-20 വർഷമായി ഒറ്റ ദിവസം വിശുദ്ധ കുർബാന മുടക്കാതെ ദൈവത്തെ ആരാധിച്ചപ്പോൾ ദൈവത്തിന്റെ കുർബാനയുടെ മണം തങ്കച്ചന്റെ പുറത്ത് കയറിയതാണ് തങ്കച്ചൻ തുണ്ടിയിൽ എന്ന ബ്രദറിൽ കാണുന്ന പരിശുദ്ധി. പ്രൈസ് ദി ലോർഡ്. ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. നിങ്ങൾ എത്ര തിരക്കുള്ളവരാകട്ടെ മക്കളെ, 24 മണിക്കൂർ നമ്മൾ എന്താ ചെയ്യുന്നത്? ഒരു ദിവസം ഒന്ന് എഴുതി വെച്ച് 24 ദിവസം ഇതെങ്ങനെ പോണ്? ഞാൻ പറയാം, 3 മണിക്കൂർ മൊബൈലിന്റെ അകത്താ പോകുന്നത്. 3 മണിക്കൂർ ഏറ്റവും കുറഞ്ഞത് മൊബൈലിന്റെ അകത്താണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൽ ഇച്ചിരി ഒന്ന് കുറയ്ക്കണം. ആ 3 എന്നുള്ളത് ഒന്നാക്കിക്കോ. എന്നിട്ട് ആ ബാക്കി ഒരു 1.5 ഒന്ന് കർത്താവിന് എല്ലാ ദിവസവും കൊടുത്തൊന്ന് ആരാധിച്ചു നോക്കിക്കേ. ശബ്ദമൊന്നും വേണ്ട, പാടാനൊന്നും അറിയണ്ട. ആഹാ ഹല്ലേലൂയ പാടി എന്ത് വേണം ചെയ്തോ, മുറിയിൽ നിന്ന് ആരാധിച്ചു നോക്ക്. പതുക്കെ ദൈവത്തിന്റെ മഹത്വം നമ്മളിൽ ഇറങ്ങി വരുന്നത് നമ്മൾ കാണും. നമ്മുടെ ജീവിതം രൂപാന്തരപ്പെടുന്നത് നമ്മൾ അറിയും. കരമടിച്ച് കർത്താവിന് നന്ദി പറയാം. ഹല്ലേലൂയ. ശക്തിയോടെ ദൈവത്തിന് മഹത്വം കൊടുക്കാം മക്കളെ. ദൈവമേ നിന്നെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. ഒന്ന് കർത്താവിനെ ഒന്ന് വിളിച്ചേ മക്കളെ, യേശുവേ എന്നൊന്ന് വിളിച്ചേ. അല്പം കൂടെ നന്നായിട്ട് വിളിച്ചേ, യേശുവേ. ശക്തിയോടെ വിളിച്ചേ, യേശുവേ, 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 യേശുവേ. ഹല്ലേലൂയ. കൈതാത്തിട്ടെ. ഈശോയ്ക്ക് നല്ലൊരു ആഹാരം കഴിക്കാൻ തോന്നുമ്പോഴെല്ലാം ഈശോ വരുന്നത് ലാസറിന്റെ വീട്ടിലാണ്. ബൈബിൾ വായിച്ചാൽ നമുക്കറിയാം, മാർത്ത നല്ല ഫുഡ് ഉണ്ടാക്കി കൊടുക്കും. അതുകൊണ്ട് കർത്താവ് അവിടെ വന്ന് നല്ല ആഹാരം കഴിക്കും. പക്ഷെ നമ്മൾ ബൈബിൾ വായിക്കുമ്പോൾ ഒരു കാര്യം കാണാം. മാർത്തായ്ക്ക് ഒരു സഹോദരി ഉണ്ട്, അവളുടെ പേരാണ് മറിയം. ഈശോ വന്നാൽ അവൾ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. ഈശോയുടെ പാദത്തിങ്കലിരുന്ന് ഈശോയുടെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. ഒരു ആരാധന നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു ആരാധനയാണ്, ഹൃദയം കൊടുക്കുന്ന ഒരു ആരാധനയാണ്, ജീവിതം കൊടുക്കുന്ന ഒരു ആരാധനയാണ്, എല്ലാം കൊടുക്കുന്ന ഒരു ആരാധനയാണ്. അങ്ങനെ ആരാധിച്ച് യേശുവിനെ അവൾ ഹൃദയത്തിന്റെ അകത്താക്കി കളഞ്ഞു. നിങ്ങളോട് ഞാനൊരു രഹസ്യം പറയാൻ പോവുകയാണ്. ലാസർ മരിച്ച് 4ാമത്തെ ദിവസമാണ് ഈശോ അവരുടെ വീട്ടിൽ വരുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഈശോ വന്ന് ആ ജംഗ്ഷനിൽ എത്തിയ പാടെ തന്നെ മാർത്ത ഓടിക്കൊണ്ട്, അവൾക്ക് സ്പീഡ് എപ്പോഴും കൂടുതലാണ്, അവൾ ഓടിക്കൊണ്ട് എന്നിട്ട് പറഞ്ഞു, കർത്താവേ നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കത്തില്ലായിരുന്നു. ശ്രദ്ധിക്കണം, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കത്തില്ലായിരുന്നു. ഈശോ അങ്ങനെ തന്നെ നിൽക്കുകയാണ്. എന്നാ വടി പോലെ നിൽക്കുകയാണ്. ഒരു എക്സ്പ്രഷനും ഇല്ല, ഒരു അനക്കവും ഇല്ല, ഒന്നും മിണ്ടുന്നില്ല, അങ്ങനെ തന്നെ നിൽക്കുകയാണ്. അവൾ പറഞ്ഞത് എന്താണ്? നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കത്തില്ലായിരുന്നു. അവൾ ഇങ്ങനെ 2-3 പ്രാവശ്യം പറഞ്ഞിട്ട് ഈശോ എങ്ങനെ തന്നെ നിൽക്കുകയാണ്, ഒരു എക്സ്പ്രഷനും ഇല്ല. അവൾക്ക് കാര്യം മനസ്സിലായി. അവൾക്ക് മനസ്സിലായത് ഇതാണ്, ഞാൻ വിചാരിച്ചാൽ ഇവനെ ചലിപ്പിക്കാൻ പറ്റുകയില്ല. ഇവനെ ചലിപ്പിക്കാൻ പറ്റണമെങ്കിൽ ആരാധിക്കാൻ അറിയാവുന്ന എൻ്റെ സഹോദരി വരണം. ആരാധിക്കാൻ അറിയാവുന്ന എൻ്റെ സഹോദരി വന്നാൽ യേശു സംസാരിക്കും, യേശു പ്രവർത്തിക്കും. അതുകൊണ്ട് അവൾ ഓടിച്ചെന്നിട്ട് ലിറ്ററലി ഒരു കള്ളമാണ് പറയുന്നത്. സഹോദരിയോട് കള്ളം പറഞ്ഞു. ഗുരു നിന്നെ വിളിക്കുന്നു, നീ ചെല്ലാൻ അവൾ കള്ളം പറഞ്ഞു. മറിയം ഇത് കണ്ട് ഓടി വന്ന് യേശുവിന്റെ പക്കൽ, നിങ്ങൾ വീട്ടിൽ പോയി ബൈബിൾ വായിച്ചോ, മറിയം പറയുന്നതും മാർത്ത പറഞ്ഞ അതേ ഡയലോഗ് തന്നെയാണ്. ഒന്നും കൂട്ടിയിട്ടില്ല, ഒന്നും കുറച്ചിട്ടില്ല. അതേ കാര്യം തന്നെയാണ് പറഞ്ഞത്. കർത്താവേ നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കത്തില്ലായിരുന്നു. അടുത്ത വചനം ഇതാണ്, ജീസസ് വെപ്റ്റ്. യേശു കണ്ണുനീർ വാർത്തു. യേശു കണ്ണുനീർ വാർത്തു. ഇതേ ഡയലോഗ് തന്നെ, ഇതേ വാക്യം തന്നെ മറ്റേ സഹോദരി പറഞ്ഞപ്പോൾ ചലനമില്ലാതെ നിന്ന ദൈവം, എക്സ്പ്രഷൻ ഇല്ലാതെ നിന്ന ദൈവം, പ്രതികരിക്കാതെ നിന്ന ദൈവം, അതേ വാക്യങ്ങൾ തന്നെ മറ്റൊരു വ്യക്തി വന്ന് പറഞ്ഞപ്പോൾ
കണ്ണുനീർ വാർത്തു, മനസ്സലിഞ്ഞു, ഹൃദയം തുടിച്ചു. അടുത്ത വചനം, നിന്റെ സഹോദരനെ അടക്കിയിരിക്കുന്നത് എവിടെയാണെന്ന് കാണിച്ചു തരിക. ചേർത്ത് പറ മക്കളെ, ഹല്ലേലൂയ. നിങ്ങൾ കണ്ടോ, ആരാധിക്കാൻ അറിയാവുന്ന ആള് രംഗത്തോട്ട് വന്നു കഴിഞ്ഞപ്പോൾ രംഗം മാറി. ആരാധിക്കാൻ അറിയാവുന്ന വ്യക്തി സീനിലേക്ക് വന്നപ്പോൾ സീൻ മാറി. സംസാരിക്കാതെ നിൽക്കുന്ന ദൈവം സംസാരിക്കുന്നു, പ്രവർത്തിക്കാതെ നിന്ന ദൈവം പ്രവർത്തിക്കുന്നു, ഇടപെടാതെ മാറി നിന്ന ദൈവം ഇടപെടുന്നു. കർത്താവ് വീണ്ടും നമ്മളോട് പറയുന്നു, നിങ്ങൾ എന്നെ ആരാധിക്കുക, ഞാൻ നിങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി വന്ന് അത്ഭുതങ്ങൾ പ്രവർത്തിക്കാം, അടയാളങ്ങൾ പ്രവർത്തിക്കാം. കരമുയർത്തി വിളിച്ച മക്കളെ, യേശുവേ. ആവർത്തിച്ചു വിളിച്ചോ, ആവർത്തിച്ചു വിളിച്ചോ, ആവർത്തിച്ചു വിളിച്ചോ. കർത്താവേ, നിന്നെ വിളിക്കുന്നു, നിന്നെ ആരാധിക്കുന്നു, നിന്നെ സ്തുതിക്കുന്നു, നിന്നെ മഹത്വപ്പെടുത്തുന്നു. കർത്താവേ, നിന്നെ സ്തുതിക്കുന്നു, നിന്നെ വാഴ്ത്തുന്നു, നിന്നെ ആരാധിക്കുന്നു. ഹല്ലേലൂയ. ഇനി വീണ്ടും കല്ലറയുടെ അടുത്ത് ചെന്നു, കല്ലെടുത്ത് മാറ്റുക. ഉടനെ ആദ്യത്തെ ആൾ വീണ്ടും വന്നു. മാർത്ത കർത്താവിന്റെ കയ്യേക്കറി പിടിച്ചിട്ട് പറഞ്ഞു, കർത്താവേ, കല്ലെടുത്ത് മാറ്റാൻ പറയരുത്, നാറ്റമുണ്ടാകും. മറിയം കൂളാട്ട് നിൽക്കുകയാണ്. മറിയം ഒന്നും പറയുന്നില്ല, കൂളാട്ട് നിൽക്കുകയാണ്. എന്താണ് പ്രിയപ്പെട്ടവരെ പ്രശ്നം? ഒറ്റ പ്രശ്നമേ ഉള്ളൂ. ആരാധിക്കാൻ അറിയാവുന്നവർക്ക് ദൈവത്തിന്റെ മനസ്സറിയാം. പൗലോസ് പറയുന്നു, വി നോ ദ മൈൻഡ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഞങ്ങളാകട്ടെ ക്രിസ്തുവിന്റെ മനസ്സ് അറിയുന്നു. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ആരാധിക്കാൻ അറിയാവുന്നവർക്ക് ദൈവത്തിന്റെ മനസ്സ് പെട്ടെന്ന് മനസ്സിലാകും. മറിയം ഒന്നും മിണ്ടുന്നില്ല. മാർത്ത ഇടങ്കോലിടുകയാണ്. നാറ്റം ഉണ്ടാകും, യോ 4 ദിവസമായി പ്രശ്നം ഉണ്ടാക്കരുത്. കർത്താവിന്റെ കയ്യേക്കറി പിടിക്കുകയാണ്. എന്താ സംഭവിച്ചെന്നറിയാമോ? അടുക്കളയിൽ ക്യാരറ്റ് വെട്ടി, ചിക്കൻ വെട്ടി, പച്ചക്കറിയൊക്കെ വെട്ടുന്നതിന്റെ തിരക്കിൽ ഈശോ പഠിപ്പിച്ച ഒരു വലിയ പാഠം മാർത്തയ്ക്ക് കേൾക്കാൻ പറ്റിയില്ല. മാർത്ത ആരാധിക്കാതെ തിരക്കിനിടയിലായി പോയി. മാർത്ത തിരക്ക് പിടിച്ചുള്ള ഓട്ടത്തിൽ ഈശോ പഠിപ്പിച്ച ഒരു പാഠം പഠിച്ചില്ല. മറിയമെന്ന് കർത്താവിന്റെ പാദത്തിൽ ഇരുന്നപ്പോൾ കേട്ട പാഠം മാർത്ത കേട്ടില്ല. ഈശോ നല്ലവനായതുകൊണ്ട് ആ ക്ലാസ് ഒന്നുകൂടെ എടുക്കുകയാണ് മാർത്ത കേൾക്കാൻ. മാർത്ത, വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം ദർശിക്കും. ഈ ക്ലാസ് ആണ് അന്ന് അവിടെ വെച്ചെടുത്തത്. ഈ ക്ലാസ് കേട്ടോണ്ടാണ് മറിയം വരുന്നത്. മറിയം ഈ ക്ലാസ് കേട്ടത് കൊണ്ട് മറിയത്തിനറിയാം, വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം ദർശിക്കും. ഇതറിയാവുന്ന മറിയം മിണ്ടാതിരിക്കുന്നു. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. നമ്മുടെ വീട്ടിൽ പ്രശ്നം ഉണ്ടാവുമ്പോൾ ദൈവത്തെ അറിഞ്ഞ വ്യക്തി ശാന്തമായിട്ടിരിക്കും. ദൈവത്തെ അറിയാത്ത വ്യക്തി അടക്കട്ട പ്രശ്നം ഉണ്ടാക്കും. ദൈവത്തെ അറിഞ്ഞ വ്യക്തി, ചില വല്യപ്പച്ചമാരെയും വല്യമ്മച്ചിമാരെയൊക്കെ നമ്മുടെ കുടുംബത്തിൽ കണ്ടിട്ടില്ലേ? വലിയ കരിസ്മാറ്റിക് ഒന്നുമല്ല, എന്നും പള്ളിയിൽ പോകുന്നവരാണ്. ഇടിവെട്ട് പ്രശ്നം വരുമ്പോൾ അനങ്ങാ പോറ പോലെ ഇരിക്കുന്ന കാണാം. നമ്മളേക്ക് വല്യപ്പച്ച എന്തെങ്കിലും ചെയ്, ദൈവം അറിയാതെ ഒന്നും പറ്റുകയെന്നേ, കിടന്ന് പിടയ്ക്കാതെ ശാന്തമായിട്ട് ഇങ്ങനെ നരച്ച മുടിയൊക്കെ തടയി ഇങ്ങനെ ഇരിക്കും. ദൈവം അറിയാതെ ഒന്നും പറ്റുകയല്ല, നീ കിടന്ന് പിടയ്ക്കാതെ, നിന്റെ വിസ വരും മോളെ. നമ്മുടെ വല്യപ്പച്ചൻ എല്ലാ ദിവസവും പ്രാർത്ഥിച്ചിട്ട് എന്താ എന്റെ UK വിസ വരാത്തത്? വരും മോളെ. അവൻ തട്ടിക്കളഞ്ഞ് അയാൾ വീണ്ടും നിന്നെ വിളിച്ച് തരും മോളെ. വല്യപ്പച്ചൻ എങ്ങനെ അറിയാം? വല്യപ്പച്ചൻ അറിയാം. പിന്നെ ഒന്നും പറയാല്ല, വല്യപ്പച്ചൻ എഴുന്നേറ്റ് പോകും. നമ്മൾ ചോദിക്കുന്ന വല്യപ്പച്ചൻ നായ്ക്കമ്പറമ്പിലച്ഛനാണോ എന്നാണ്. ഇതിന് നായ്ക്കമ്പറമ്പിലച്ഛനൊന്നും ആകണ്ട. കർത്താവിനെ സ്നേഹിക്കുന്ന ഒരു സാധാരണക്കാരനായ മനുഷ്യന് ദൈവത്തിന്റെ മനസ്സറിയാനുള്ള കൃപ ദൈവം കൊടുക്കും. കരമടിച്ച മക്കളെ നോക്കട്ടെ, നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ ദൈവം സാധാരണക്കാരന്റെ ദൈവമാണ്. ദൈവം നമ്മുടെ ദൈവമാണ്. ദൈവം നമ്മളെ വിളിക്കുന്നു. ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് എല്ലാ ദിവസവും ഒരാളെങ്കിലും വിശുദ്ധ കുർബാനയിൽ എല്ലാ ദിവസവും പങ്കെടുത്തിരിക്കും. മിക്കവാറും 2 പേര് പങ്കെടുക്കാറുണ്ട്. ഏറ്റവും കുറഞ്ഞത് ഒരാൾ മുടങ്ങിപ്പോയാൽ ഒരാൾ പങ്കെടുത്തിരിക്കും. അനേക വർഷങ്ങളായിട്ട് വീട്ടിലെ ഒരു വ്യവസ്ഥയാണ്. ഏതിടിയിലും, ഏത് മഴയത്തും, ഏത് കൊടുങ്കാറ്റിലും, ഏത് പ്രളയത്തിലും, എന്ത് വെള്ളപ്പൊക്കത്തിന്റെ അകത്തും വിശുദ്ധ ബലിയിൽ വീട്ടിൽ നിന്ന് ഒരാൾ പങ്കെടുത്തിരിക്കും. ഉച്ചത്തിൽ പറ ഹല്ലേലൂയ. ദൈവത്തെ നിങ്ങളോട് വേറൊന്നും കൊണ്ട് പറഞ്ഞതല്ല, കർത്താവ് പഠിപ്പിച്ച ഒരു സത്യമാണ്. കാലത്തെ പോകാൻ പറ്റിയില്ലെങ്കിൽ ഉച്ചയ്ക്ക് എവിടെയെങ്കിലും ഉണ്ടോ എന്ന് നോക്കും. ഉച്ചയ്ക്ക് പോകാൻ പറ്റിയില്ലെങ്കിൽ വൈകിട്ട് എവിടെയെങ്കിലും ഉണ്ടോ എന്ന് നോക്കും. ദൈവത്തെ ആരാധിക്കാൻ ദൈവം ചെറുപ്പത്തിലേ പഠിപ്പിച്ചു. ചേർത്ത് പറഞ്ഞേ ഹല്ലേലൂയ. നീ എന്നെ ആരാധിക്കുമ്പോൾ ഞാൻ നിന്റെ ഇടയിലേക്ക് ഇറങ്ങി വരും. നിന്റെ ആത്മീയ അപോഷണകളെ ഞാൻ എടുത്തു മാറ്റിത്തരും. ചേർത്ത് പറഞ്ഞേ മക്കളെ ഹല്ലേലൂയ. അതുകൊണ്ട് ആരാധിക്കാൻ പഠിക്കണം. ഇപ്പോൾ ഇവിടെ 10 വർഷമൊക്കെ ആയി നിങ്ങൾ വരുന്നു. കുറെ പേരൊക്കെ കാലം മുന്നോട്ട് പോകുമ്പോൾ നമുക്കൊരു തണുപ്പ് ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. അതെല്ലാ ഉണർവുകൾക്കും സംഭവിച്ചിട്ടുള്ള കാര്യമാണ്. കുറെ കഴിയുമ്പോൾ നമ്മളിലുള്ള ആത്മീയ തീഷ്ണത പെട്ടെന്ന് കുറഞ്ഞ് നമ്മൾ വളരെ കൂളായിട്ട് കാര്യങ്ങളെ എടുത്തുകൊണ്ട് ഒരു തണുപ്പ
മട്ടിലേക്ക് വരുന്നു. ദൈവം നമ്മളെ വിളിക്കുന്നു. ആരാധനയിൽ എപ്പോഴും ഒരു തീയുണ്ട്, ആരാധനയിൽ എപ്പോഴും ഒരു പുകയുണ്ട്. നിങ്ങൾ കണ്ടു കാണും, ഇവിടെ കുന്തിരിക്കുമെന്ന് പുകയ്ക്കുന്ന ആരാധനയുടെ അടയാളമാണ്. പ്രൈസ് ദി ലോർഡ്. അവിടെ എപ്പോഴും ഒരു തീയുണ്ട്, അവിടെ എപ്പോഴും ഒരു കത്തലുണ്ട്, അവിടെ എപ്പോഴും ഒരു പുകയുണ്ട്, അവിടെ എപ്പോഴും ഒരു സുഗന്ധമുണ്ട്. ഇത് നമ്മിൽ നിന്നും കുറഞ്ഞു പോകാതിരുന്നാൽ നമ്മുടെ മധ്യത്തിലേക്ക് ദൈവം വരും. ചേർന്ന് പറഞ്ഞ മക്കളെ ഹല്ലേലൂയ. കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഗൾഫിലെ ശുശ്രൂഷ കഴിഞ്ഞ് ഫാദർ പീറ്റർ വെട്ടിയാനക്കുഴി അച്ഛനും ടീമും നാട്ടിലേക്ക് വരികയാണ്. ഫ്ലൈറ്റിന്റെ പേര് ഞാൻ പറയുന്നില്ല, ഇപ്പൊ നമ്മൾ ലോകം മുഴുവൻ ടെലികാസ്റ്റ് ചെയ്യുന്നതുകൊണ്ടാണ് പറയാത്തത്. ഗൾഫ് രാജ്യങ്ങളിലെ ഒരു നല്ല അറിയപ്പെടുന്ന ഒരു കമ്പനിയാണ്. കൊച്ചിയിലേക്കാണ് ലാൻഡ് ചെയ്യാനായിട്ട് വരുന്നത്. ഗോവയുടെ മുകളിൽ കൂടി പറക്കുകയാണ്. പെട്ടെന്ന് തീരെ അപ്രതീക്ഷിതമായിട്ട് വിമാനം ഒരു 3 സെക്കൻഡ് 4 സെക്കൻഡ് കൊണ്ട് 3000 അടി താഴേക്ക് പടക്കാന്നും പറഞ്ഞൊരു ഒറ്റ വീഴ്ച വീണു. നിങ്ങൾ വിമാനത്തിൽ യാത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ അറിയാം, എയർ പോക്കറ്റുകളിൽ നമ്മൾ പെടാറുണ്ട്. പക്ഷെ ഇതല്ല, എയർ പോക്കറ്റിന്റെ അപ്പുറത്തെ എയർ പോക്കറ്റ്, അതായത് 3000 അടി താഴ്ചയിലേക്ക് വിമാനം സെക്കൻഡുകൾ കൊണ്ടങ്ങ് ഇരുന്ന് പോകും. ഒറ്റയടി. ബെൽറ്റ് ഇടാതെ ഫ്ലൈറ്റിന്റെ അകത്തിരുന്ന മുഴുവൻ ആൾക്കാരും തല മുകളിൽ പോയി ഇടിച്ച് പൊട്ടി രക്തത്തിൽ കുളിച്ച് താഴെ വന്ന് വീണു. ബെൽറ്റ് ഇട്ടവർ മാത്രം ബെൽറ്റിന്റെ ബലത്തിൽ അവിടെ ഇരുന്നു. ബാക്കി മുഴുവൻ പേരും പൊങ്ങിപ്പോയി. നിന്നോണ്ടിരുന്ന എയർ ഹോസ്റ്റസുമാരെല്ലാം മോളിൽ പോയി നിന്ന് തലയടിച്ച് എല്ലാവരും അടിച്ചു തല്ലി വീഴ. വിമാനത്തിൽ കൂട്ട നിലവിളിയാണ്. വിമാനത്തിന്റെ അകത്തെ കുറെ ലൈറ്റുകളെല്ലാം പെട്ടെന്ന് കെട്ടു. വിമാനം തകരുമെന്നുള്ള അവസ്ഥ വന്നു. മുഴുവൻ മലയാളികളാണ്. 350-ലധികം വരുന്ന യാത്രക്കാർ കൊച്ചി എയർപോർട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. വിമാനം തകരുമെന്ന് എല്ലാവർക്കും മനസ്സിലായി. ഇടത്തോട്ടും വലത്തോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ആടി ഉലയുകയാണ്. ദൈവത്തെ ആരാധിക്കാൻ അറിയാവുന്ന ഒരു മനുഷ്യൻ എൻ്റെ അകത്തുണ്ടായിരുന്നു. ഫാദർ പീറ്റർ വെട്ടിയാനക്കുഴി എന്ന് പറയുന്ന ഒരു അച്ഛൻ എൻ്റെ അകത്തുണ്ട്. ദൈവത്തെ ആരാധിക്കാൻ അറിയാവുന്ന മനുഷ്യൻ. വിശുദ്ധ ബലി അർപ്പിച്ചതിന് ശേഷം വിമാനത്തിൽ കയറിയ വൈദികൻ. ചേർന്ന് പറ മക്കളെ ഹല്ലേലൂയ. ദൈവത്തെ ആരാധിച്ചതിന് ശേഷം വിമാനത്തിൽ കയറിയ വൈദികൻ. അദ്ദേഹം ബെൽറ്റൊക്കെ ഇട്ടിരിക്കുകയായിരുന്നു. അദ്ദേഹം 2 കരവും ഉയർത്തി അതിൻ്റെ അകത്തിരുന്നു കൊണ്ട് ദൈവത്തെ ആരാധിക്കാൻ തുടങ്ങി. സകല ജനങ്ങളും വാവിട്ട് നിലവിളിക്കുമ്പോൾ നിലവിളിക്കുന്നതിന് പകരം ദൈവത്തെ ആരാധിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ പാടാൻ തുടങ്ങി. ദൈവത്തെ ഗ്ലോറിഫൈ ചെയ്യാൻ തുടങ്ങി. ദൈവത്തെ മഹത്വപ്പെടുത്താൻ തുടങ്ങി. ആളുകൾക്കൊക്കെ അത്ഭുതമായി. വിമാനം തകർന്ന് എല്ലാം കത്തിത്തീരാൻ പോകുമ്പോൾ ഒരു അച്ഛനെടുത്ത് പാട്ട് പാടുകയാണ്. ലോഹയിട്ട ഒരു അച്ഛനെടുത്ത് പാട്ട് പാടി ആരാധിക്കുകയാണ്. ആരാധിച്ച് അച്ഛന്റെ മേൽ ഒരു അഭിഷേകം വന്നു. പരിശുദ്ധാത്മാവ് ഒരു പ്രേരണ കൊടുത്തു. എന്റെ നാമത്തിൽ ഈ വിമാനത്തെ തകർക്കാൻ നോക്കുന്ന സകലതിനെയും എന്റെ നാമത്തിൽ ബന്ധിക്കാൻ നിനക്ക് ഞാൻ അഭിഷേകം തരുന്നു. അച്ഛൻ അവിടെ നിന്നുകൊണ്ട് പറഞ്ഞു, ഈ വിമാനത്തെ തകർക്കാൻ നോക്കുന്ന ഏത് ശക്തിയും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നിർവീര്യമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതിനുശേഷം അദ്ദേഹം വീണ്ടും ആരാധിച്ചു. പൈലറ്റിന്റെ ഒരു അറിയിപ്പ് വന്നു. അദ്ദേഹം പറഞ്ഞു, ഈ കഴിഞ്ഞ മിനിറ്റുകൾ മുഴുവൻ വിമാനം എന്റെ നിയന്ത്രണത്തിലല്ലായിരുന്നു. 6 സെക്കൻഡുകൾ കൂടി മുന്നോട്ട് പോയിരുന്നെങ്കിൽ ഒരു അഗ്നിഗോളമായി നമ്മൾ 350 പേരും ചാരമായി താഴേക്ക് പതിക്കുമായിരുന്നു. എന്നാൽ 2 സെക്കൻഡുകൾക്ക് മുമ്പ് എന്താണ് സംഭവിച്ചെന്നറിഞ്ഞുകൂടാ. വിമാനത്തിന്റെ നിയന്ത്രണം എന്റെ കൈകളിൽ വന്നിരിക്കുന്നു. ഇത് ശരിക്കും ഒരു അത്ഭുതമാണ്. നമ്മൾ കൊച്ചി എയർപോർട്ടിൽ സുരക്ഷിതരായി ഇറങ്ങുന്നു. കരപഠിച്ച മക്കളെ നോക്കട്ടെ, നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ ഈ വലിയവനായ ദൈവം പറന്നുകൊണ്ടിരിക്കുന്ന ഒരു ഫ്ലൈറ്റിന്റെ അകത്തേക്ക് കേരളത്തിൽ നടന്ന സംഭവമാണ് നിങ്ങളോട് പറഞ്ഞത്. മാസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ. നിങ്ങൾ എന്നെ ആരാധിക്കണം. യു ഷുഡ് വർഷിപ്പ് മീ ഇൻ സ്പിരിറ്റ് ആൻഡ് ഇൻ ട്രൂത്ത്. നീ എന്നെ ആത്മാവിലും സത്യത്തിൽ എന്ന് പറഞ്ഞ എന്താണെന്നറിയാമോ? വെള്ളമടിക്കുന്നവൻ വെള്ളവടി മറച്ചു വെച്ചു ആരാധിക്കരുത്. അതാണ് സത്യത്തിലുള്ള ആരാധന. ദൈവമേ, ഞാൻ വെള്ളമടിക്കുന്നവനാ, എനിക്ക് തന്നെത്താൻ രക്ഷപ്പെടാൻ പറ്റുന്നില്ല. ഈ സത്യം ഏറ്റു പറഞ്ഞുകൊണ്ട് നിന്നെ ഞാൻ ആരാധിക്കുന്നു. കണ്ണുകളെ നിയന്ത്രിക്കാൻ പറ്റാത്ത ഒരാൾ പറയണം, ദൈവമേ എനിക്ക് മറയ്ക്കാനോ ഒളിക്കാനോ ഒന്നുമില്ല, കണ്ണുകളെ നിയന്ത്രിക്കാൻ പറ്റാത്തവനാണ് ഞാൻ, എന്റെ കുറവോട് കൂടി നിന്നെ ആരാധിക്കുന്നു. ആരാധിച്ച് മുന്നോട്ട് പോകുമ്പോൾ കണ്ണിന്റെ പരിശുദ്ധി ദൈവം ഇമ്പാർട്ട് ചെയ്ത് തരും. ദൈവമാണ് വിശുദ്ധി തരുന്നത്. നമ്മൾ ദൈവത്തിന് വിശുദ്ധി ഉണ്ടാക്കി കൊടുക്കുകയല്ല. ചേർന്ന് പറ മക്കളെ ഹല്ലേലൂയ. വീണ്ടും ഞാൻ പറയുന്നു, സകല കുറവുകളോടും കൂടി ദൈവത്തെ ആരാധിക്കുമ്പോൾ ദൈവമാണ് നമ്മളെ മാറ്റുന്നത്. ഒറ്റ റെസ്പോൺസിബിലിറ്റി ഉള്ളൂ. അങ്ങനെ ആരാധിക്കുന്നവരുണ്ടോ എന്ന് ദൈവം അന്വേഷിക്കുന്നു. ഇതിൻ്റെ അകത്ത് ദൈവം എത്ര പേരെ കാണും? ദൈവം അങ്ങനെ കണ്ടാൽ ദൈവം പറയുന്നു, നിന്റെ ജീവിതത്തിലേക്ക് ഞാൻ ഇറങ്ങി വരും, നിന്റെ ജീവിതത്തിലേക്ക് ഞാൻ ഇറങ്ങി വരും. കരമുയർത്തി ഒന്ന് വിളിച്ചേ മക്കളെ, യേശുവേ എന്ന് വിളിച്ചോ. സന്തോഷത്തോടെ സന്തോഷത്തോടെ സന്തോഷത്തോടെ. ഹറ ഭറ 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 ശിഖറ ഭറ ഭറ. ഹല്ലേലൂയ. 1906 ജനുവരി മാസം 13-ാം തീയതി ഇതുപോലൊരു ശനിയാഴ്ചയാണ്. തെക്കൻ അമേരിക്കൻ രാജ്യമായ
ഒരു കൊച്ചു ദ്വീപാണ്, കൊളംബിയയുടെ അടുത്തുള്ള ടൊമാക്കോ എന്ന് പറയുന്ന ഒരു ദ്വീപാണ്. ഇടിമുഴക്കം പോലൊരു ശബ്ദം കേട്ടു. ഏതാണ്ട് മിനിറ്റുകൾ നേരെ നീണ്ടു നിന്നു. കെട്ടിടമൊക്കെ കുലുങ്ങി. ആൾക്കാർക്ക് മനസ്സിലായി ഭൂകമ്പമാണ്. നിങ്ങൾക്ക് ഇവിടെ അത് അധികം എക്സ്പീരിയൻസ് ഇല്ല, പക്ഷെ ഇന്തോനേഷ്യ പോലുള്ള രാജ്യക്കാർക്ക് അത് പെട്ടെന്ന് മനസ്സിലാകും. ടൊമാക്കോക്കാർക്ക് മനസ്സിലായി ഭൂകമ്പമാണ്. കുറേ നേരം നീണ്ടു നിന്ന ഭൂകമ്പം. ആൾക്കാർക്കറിയാം അടുത്തത് വരാൻ പോകുന്നത് സുനാമിയാണ്. കാരണം 4 ഭാഗവും വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ദ്വീപാണ്, ഐലൻഡാണ് ടൊമാക്കോ. ആൾക്കാർക്കറിയാം ഇപ്പോൾ തെങ്ങിന്റെ അത്രയും പൊക്കമുള്ള വലിയ തിരമാലകൾ വന്ന് ഞങ്ങളെ കൊണ്ടുപോകും. ആൾക്കാർ കൂട്ടത്തോടെ നിലവിളിച്ചുകൊണ്ട് പള്ളിയിലേക്ക് ഓടി. അവർക്ക് ആകെ ആശ്രയം ദിവ്യകാരുണ്യനാഥനാണ്. ഫാദർ ജെറാഡോ, ഫാദർ ജൂലിയൻ, 2 അച്ഛന്മാർ അവിടെ ഉണ്ടായിരുന്നു. അവർ രണ്ടുപേരും നിങ്ങൾ കണ്ടിട്ടുണ്ട്. അപകടം വന്ന് ഓസ്തി വെള്ളത്തിൽ ഒഴുകി പോകാതിരിക്കാൻ പാവ അച്ഛന്മാര് ഓസ്തി മുഴുവൻ വാരി തിന്നുകയാണ്. അവർ കൺസ്യൂം ചെയ്യണം. അതാണ് സഭയുടെ നിയമം. അത് നശിക്കാൻ പാടില്ല. മരണത്തെ മുന്നിൽ കണ്ടുകൊണ്ട് സക്രാരിയുടെ അകത്തിരുന്ന മുഴുവൻ ഓസ്തികളും 2 അച്ഛന്മാരും കൂടെ വാരി അങ്ങ് ഭക്ഷിക്കുകയാണ്. അവസാനം ഒരു തിരുവോസ്തി മാത്രമായി. ആ തിരുവോസ്തി എടുത്ത് അരുളിക്കാടത്ത് വച്ചുകൊണ്ട് അച്ഛന്മാർ പറഞ്ഞു, മക്കളെ, നമുക്ക് പോകാൻ ഒരിടമേ ഉള്ളൂ, അത് ദിവ്യകാരുണ്യനാഥനാണ്. നമ്മൾ ദിവ്യകാരുണ്യനാഥനെ ആരാധിച്ചുകൊണ്ട് കടലിലേക്ക് ചെല്ലാൻ പോവുകയാണ്. കടൽ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പേ നമ്മൾ കടലിലേക്ക് എല്ലാവരും കൂടെ പോവുകയാണ്. പക്ഷെ നമ്മൾ മുങ്ങുന്നതിന് മുമ്പേ കർത്താവ് മുങ്ങണം. അതുകൊണ്ട് നമ്മൾ കർത്താവിനെ മുക്കിപ്പിടിച്ചുകൊണ്ട്, കർത്താവിനെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമ്മൾ കർത്താവിനോടൊപ്പം പോവുകയാണ്. ആരാധിച്ചുകൊണ്ട് ജനമെല്ലാം പോവുകയാണ്. അവരൊരു കാഴ്ച കണ്ടു. തെങ്ങോളം പൊക്കത്തിലുള്ള തിരമാലകൾ ദൂരെ നിന്ന് വരികയാണ്, 4 ഭാഗത്തു നിന്നും വരികയാണ്. അവരുടെ ഐലൻഡിനെ വിഴുങ്ങുമെന്ന് മനസ്സിലായി. ഫാദർ ജെറാഡോ പെട്ടെന്നൊരു കൊച്ചു കുഞ്ഞിനെ പോലെ തീരത്ത് മുട്ടുകുത്തി. അദ്ദേഹം അരുളിക്കായെടുത്ത് ഉയർത്തിപ്പിടിച്ചിട്ട് പറഞ്ഞു, കാറ്റിനെ ശാന്തമാക്കിയവനെ, കടലിനെ ശാന്തമാക്കിയവനെ, അങ്ങേ ഞാൻ ആരാധിക്കുന്നു, അങ്ങേ ഞാൻ സ്തുതിക്കുന്നു, അങ്ങേ ഞങ്ങൾ ജനമെല്ലാം മുട്ടുകുത്തി ആരാധന തുടങ്ങി. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. ആരാധന ഉയർന്നു. ജനമെല്ലാം ആരാധിച്ചു. 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ജനക്കൂട്ടം വിളിച്ചു പറഞ്ഞു, ഫാദർ ജെറാഡോ, ഫാദർ ജൂലിയൻ, മിറക്കിൾ, 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 അത്ഭുതം, അത്ഭുതം, അത്ഭുതം. ഫാദർ ജെറാഡോ കണ്ണു തുറന്നു. കാണുന്ന കാഴ്ച ഇതാണ്. വന്ന തിരമാലകൾ അതേപോലെ പുറകോട്ട് പോകുന്നത് കണ്ടു. ഇങ്ങോട്ട് വന്ന തിരമാലകൾ ഒന്ന് വന്ന് നിന്നു. അതിനുശേഷം അത് പുറകോട്ട് പോയി കടലിൽ അലിഞ്ഞില്ലാതായി. പിന്നീട് ഒരു തിരമാല പോലും വന്നില്ല. കത്തോലിക്ക സഭ ഔദ്യോഗികമായിട്ട് അംഗീകരിച്ചിരിക്കുന്ന ഒരു ദിവ്യകാരുണ്യ അത്ഭുതമാണ് ഞാനിപ്പോൾ നിങ്ങളുമായിട്ട് പങ്കുവച്ചത്. നമ്മുടെ വിശുദ്ധ കുർബാനയിലെ നമ്മുടെ കർത്താവിനെ കരമടിച്ച് കർത്താവിന് നമുക്ക് നന്ദി പറയാം. ഉച്ചത്തിൽ പറഞ്ഞ മക്കളെ ഹല്ലേലൂയ, ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ. എന്നെ കൊച്ചിലേ തൊട്ടേ ആൾക്കാർ എന്നോട് പറയുന്നൊരു കാര്യമുണ്ട്, ജോൺ, ആബേൽ ഒത്തിരി നല്ലവനായിരുന്നു, കായൻ ഒത്തിരി മോശക്കാരനായിരുന്നു. നമ്മൾ അങ്ങനെയാണ് സാധാരണ കേട്ടിരിക്കുന്നത് അല്ലേ? ആബേൽ ഒരു അന്തോനിസ് പുണ്യാളനും കായൽ ഒരു ദുഷ്ടനുമാണ്. പക്ഷെ ബൈബിൾ പഠിക്കുമ്പോൾ റോമാലേഖനം 3:10 പറയുന്നു, നീതിമാനായി ആരുമില്ല, ഒരുവൻ പോലും ഇല്ല. കത്തോലിക്ക സഭയുടെ പഠന പ്രകാരം ആണെങ്കിൽ ആദത്തിന്റെ മക്കളായി ജനിച്ച എല്ലാവരും പാപികളാണ്. അപ്പൊ ഇവന്മാർ 2 പേരും പോക്കാണ്. ശരിക്കും ഇവർ 2 പേരും പാപികളാണ്. പക്ഷേ ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ഇതിൽ ഒരാള് നീതീകരിക്കപ്പെട്ടു വരുന്നു. പ്രൈസ് ദി ലോർഡ്. ഒറ്റ വ്യത്യാസം ഇതിന്റെ ഇടയ്ക്ക് നടന്നത് ഒരു ആരാധനയാണ്. ഒരു ആരാധനയുടെ വ്യത്യാസത്തിൽ ഒരാളെ നോക്കി ദൈവം പറഞ്ഞു, നീ എൻ്റെ മകനാണ്, നീ നീതീകരിക്കപ്പെട്ടിരിക്കുന്നു. ഒറ്റ കാര്യമേ ഉള്ളൂ. ആബേൽ ചെന്നിട്ട് പറഞ്ഞത് ഇതാണ്, ദൈവമേ, എനിക്ക് പുകഴാനൊന്നുമില്ല, എന്നിൽ ജന്മപാപമുണ്ട്, ഞാൻ അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ പാപിയാണ്, ഞാൻ ഒരുപാട് കുറവുകളുള്ളവനാണ്. പക്ഷേ വിശുദ്ധ കുർബാന എടുത്ത് ഉയർത്തുന്നതിന് പകരം മറ്റൊരു കുഞ്ഞാടിനെ എടുത്ത് ഉയർത്തിക്കൊണ്ട് പറഞ്ഞു, കാൽവരിയിൽ മരിക്കാൻ പോകുന്ന നിന്റെ പ്രിയപുത്രനെ എടുത്ത് ഉയർത്തിക്കൊണ്ട് ഞാൻ നിന്നെ ആരാധിക്കുന്നു. ദൈവം എഴുതി വെച്ചിരിക്കുകയാണ്, ആബേലിലും അവന്റെ ബലിയിലും ദൈവം സംപ്രീതനായി. ഉച്ചത്തി പറ മക്കളെ ഹല്ലേലൂയ. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. കർത്താവ് നമ്മളെ വിളിക്കുകയാണ്. നിങ്ങൾ ആരാധിക്കാൻ പഠിക്കുമോ? സഭ പഠിപ്പിക്കുന്നു. ഏറ്റവും വലിയ ആരാധന വിശുദ്ധ കുർബാനയാണ്. പ്രൈസ് ദി ലോർഡ്. ഏറ്റവും വലിയ ആരാധന വിശുദ്ധ കുർബാനയാണ്. ടോട്ടൽ ക്രൈസ്റ്റ് ആണ് അവിടെ വരുന്നത്. വിത്ത് ബോഡി, ഫ്ലഷ്, ബ്ലഡ്, വെയിൻസ്, എവറിത്തിങ്. ടോട്ടൽ ക്രൈസ്റ്റ് ഈസ് വാക്കിംഗ് ഇൻ ടു അവർ ലൈഫ്സ്. കർത്താവ് പൂർണ്ണനായിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് അസ്ഥിയോടും മാംസത്തോടും മജ്ജയോടും ഞരമ്പുകളോടും കൂടെ കടന്നു വന്ന് നമ്മളിൽ നിറയുന്ന ഒരു ആരാധനയാണ് വിശുദ്ധ കുർബാന. ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. കരമുയർത്തി ഈശോയ്ക്ക് നന്ദി പറഞ്ഞേ. വിശുദ്ധ കുർബാന തന്നതിന് കർത്താവിന് നന്ദി പറ. അച്ഛന്മാരെ തന്നതിന്, നമുക്ക് പുരോഹിതരെ തന്നതിന്, നമ്മളെ ഈ ഒരു സത്യം പഠിപ്പിച്ച് തന്നതിന് കർത്താവിന് നന്ദി പറയാം. ആരാധിക്കുന്നു, ആരാധിക്കുന്നു. കർത്താവെ, നിന്നെ മഹത്വപ്പെടുത്തുന്നു, നിന്നെ മഹത്വപ്പെടുത്തുന്നു.
നിന്നെ മഹത്വപ്പെടുത്തുന്നു, നിന്നെ മഹത്വപ്പെടുത്തുന്നു, നിന്നെ മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ. ആരാധന മുന്നോട്ട് പോകുമ്പോൾ, ശ്രദ്ധിക്കണം മക്കളെ, ആരാധനാ ജീവിതം മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ ദൈവത്തിന് പലതും കൊടുക്കാൻ തുടങ്ങും. ഇന്ന് വിശുദ്ധ കുർബാന സ്വീകരിച്ചിട്ട് ഞാൻ ഇവിടെ ഇരിക്കുകയാണ്, എന്റെ ഉള്ളിലൊരു ബോധ്യം വരികയാണ്. ആ ബോധ്യമാണ് ഞാൻ വളരെ ഫ്രാങ്കായിട്ട് പ്രീച്ച് ചെയ്യുന്നത്. അതുകൊണ്ടാണ് കേട്ടോ. കർത്താവിന്റെ ശരീരവും രക്തവും ഇന്ന് നമുക്ക് കിട്ടി. പ്രൈസ് ദി ലോർഡ്. ശരീരം മാത്രമല്ല, ഇന്ന് ശരീര രക്തങ്ങളാണ് നമുക്ക് സഭ ഇന്ന് തന്നത്. അഭിവന്യ പിതാവ് വിശുദ്ധ ബലി അർപ്പിച്ചു, തിരുശരീരവും തിരുരക്തവും നമ്മൾ സ്വീകരിച്ചു. എന്റെ ഉള്ളിലൊരു ബോധ്യം മുഴങ്ങി. എന്താണെന്നറിയാമോ? ജോൺ, നീ എന്റെ ശരീരവും എന്റെ രക്തവും സ്വീകരിച്ചു, പകരം നിന്റെ ശരീരവും നിന്റെ രക്തവും എനിക്ക് തരാമോ? ഹല്ലേലൂയ. Is it clear? Clear. ഹല്ലേലൂയ. എന്റെ ശരീരവും എന്റെ രക്തവും നീ സ്വീകരിച്ചു, പകരം നിന്റെ ശരീരവും നിന്റെ രക്തവും പകരം നീ എനിക്ക് തരാമോ? നമ്മൾ കൊടുക്കാനായിട്ട് പഠിക്കാൻ ദൈവം പറയാണ്. ഹല്ലേലൂയ. ആരാധന അടുത്ത ഘട്ടത്തിലേക്ക് പോകുമ്പോൾ നമ്മൾ പോലും അറിയാതെ നമ്മൾ കൊടുക്കുന്നവരും ദാനം ചെയ്യുന്നവരും കണ്ണുനീര് തുടയ്ക്കുന്നവരുമായി തീരുന്നു. നമ്മളിൽ ഒരു നൽകുന്ന സ്വഭാവം തനിയെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. ചേർന്ന് പറഞ്ഞ മക്കളെ ഹല്ലേലൂയ. ഉൽപ്പത്തി പുസ്തകം 22 ദൈവം അബ്രഹാമിനോട് പറയുന്നുണ്ട്, നീ സ്നേഹിക്കുന്ന നിന്റെ ഏക മകൻ ഇസഹാക്കിനെ മോറിയാദേശത്ത് കൊണ്ടുപോയി ഞാൻ കാണിച്ചു തരുന്ന മലമുകളിൽ ബലിയർപ്പിക്കുക. ദൈവത്തിന് അറിയാമായിരുന്നു അബ്രഹാമിനത് പറ്റും. കാര്യം എന്താണെന്നറിയാമോ? അബ്രഹാം ഒരുപാട് നാളായിട്ട് ആരാധിച്ച, നിങ്ങൾ ബൈബിൾ വായിച്ചാൽ കാണാം, അബ്രഹാം എവിടെ ചെന്നാലും ഒരു കല്ലെടുക്കും, അതിൻ്റെ അകത്ത് കുറച്ച് എണ്ണ ഒഴിച്ചു വെക്കും, അതിനുശേഷം ദൈവത്തെ ആരാധിക്കും. അബ്രഹാം എന്നും ആരാധിക്കുന്ന മനുഷ്യനായിരുന്നു. ആരാധിച്ച് വളർന്നു വന്ന മനുഷ്യനായിരുന്നു അബ്രഹാം. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഉച്ചത്തിൽ പറഞ്ഞ മക്കളെ ഹല്ലേലൂയ. ദൈവത്തിന് അറിയാമായിരുന്നു അബ്രഹാം മകനെ ചോദിച്ചാലും കൊടുക്കും. അത്രമാത്രം ആരാധിച്ച് ലെവലിൽ എത്തിച്ചേർന്നു. ഞാൻ നിങ്ങളുടെ ഒരു സംഭവം പറയാം. നിങ്ങൾ ഫാദർ ഡാമിയനെ എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ? ഫാദർ ഡാമിയൻ മൊളോക്കോയിലെ കുഷ്ഠരോഗികൾക്ക് വേണ്ടി പോയി മരിച്ച വ്യക്തിയാണ്. ഫാദർ ഡാമിയന്റെ ഏറ്റവും അടുത്ത ഒരു സുഹൃത്തുണ്ടായിരുന്നു. ആ അച്ഛനെ നമ്മൾ അധികം കേട്ടിട്ടില്ല. ഫാദർ ലാംബർട്ട് കോൺറാഡ് എന്നാണ് അച്ഛന്റെ പേര്. ഫാദർ ലാംബർട്ട് കോൺറാഡ്. ഇവർ രണ്ടുപേരും വളരെ സ്നേഹിതരായിരുന്നു. ഈ അച്ഛനും മൊളോക്കോയിൽ വന്ന് ശുശ്രൂഷിച്ചിട്ടുണ്ട്. പക്ഷേ ഇദ്ദേഹം മൊളോക്കോയിൽ വരുന്നതിന് മുമ്പ് കാട്ടാളന്മാരുടെ ഇടയ്ക്ക് ഇദ്ദേഹം പ്രവർത്തിക്കാനായിട്ട് പോയി. ഈ ഫാദർ ലാംബർട്ട് കോൺറാഡ് കാട്ടാളന്മാരുടെ അടുത്ത് പ്രവർത്തിക്കാനായിട്ട് പോയി. കാട്ടാളന്മാർ നോക്കിയപ്പോൾ ഇയാൾ ഭയങ്കര സുന്ദരനാണ്, വെരി ഹാൻസം പ്രീസ്റ്റ്, ഭയങ്കര സുന്ദരനായ ഒരു പുരോഹിതൻ. അവരെല്ലാം കൂടെ തീരുമാനിച്ചു, നമുക്ക് കൊന്നു തിന്നാം, നല്ല ടേസ്റ്റ് ആയിരിക്കും, ഇന്ന് ഈ സുന്ദരൻ അച്ഛനെ നമുക്ക് കറി വെച്ച് തിന്നാം. അങ്ങനെ അവരെല്ലാവരും കൂടെ ഇദ്ദേഹത്തെ പിടിച്ച് കറി വെക്കാനായിട്ട് പിടിച്ചു. കറി വെക്കാൻ പിടിച്ച് കെട്ടുന്നിടയ്ക്ക് ഇയാൾ പറഞ്ഞു, ഒരു മിനിറ്റ്, എന്നെ കെട്ടുന്നതിന് മുമ്പ് ഒരു മിനിറ്റ്. കൈ കിടന്ന വാച്ച് ഇദ്ദേഹം ഊരി ഒരാൾ മെയിൻ ലീഡറിന്റെ കൊടുത്തിട്ട് പറഞ്ഞു, ഇത് നല്ല സാധനമാണ്, ഇത് വെച്ച് നിങ്ങൾക്ക് സമയമൊക്കെ നോക്കാൻ പറ്റും, നിങ്ങളൊരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യാമെങ്കിൽ ഞാൻ സമയം നോക്കുന്ന പരിപാടിയും കൂടെ പഠിപ്പിച്ചു തരാം, അതിനുശേഷം നിങ്ങൾക്ക് എന്നെ കറി വെച്ച് തിന്നാം. എന്തായാലും ഞാനിത് മരിക്കുമ്പോൾ ഈ വാച്ച് പ്രയോജനം ഇല്ലാതെ പോകും, അതുകൊണ്ട് അദ്ദേഹം ഇത് ഊരിയിട്ട്, ഇതുണ്ടോ ഈ സൂചി ഇവിടെ വരുമ്പോൾ മണി 12, ഈ സൂചി ഇവിടെ വരുമ്പോൾ മണി 2. ഈ അച്ഛൻ സമയം നോക്കാൻ പഠിപ്പിക്കുകയാണ്. ഇവന്മാരെല്ലാം കൂടെ അടുത്ത് കൂട്ടി സമയമൊക്കെ നോക്കി കുറേ നേരം കഴിഞ്ഞ് പഠിപ്പേര് പറഞ്ഞ് പിടികിട്ടി. ഇനി സമയം നോക്കാൻ അറിയാവോ? അവര് പറഞ്ഞു സമയം നോക്കാൻ അറിയാം. എന്നാ വാച്ച് പിടിച്ചു, വാച്ച് കൊടുത്തു, എന്നിട്ട് പറഞ്ഞു ഇനി കറി വെച്ചോ. ആ വാച്ച് മേടിച്ചിട്ട് ആ നേതാവ് ഒരു ചോദ്യം ചോദിച്ചു, ഫാദർ ലാംബർട്ട് കോൺറാഡ്, താങ്കളെ കറി വെച്ച് തിന്നാൻ പോകുന്നവരുടെ മുൻപിൽ താങ്കൾക്ക് എങ്ങനെയാണ് ഇങ്ങനെയൊരു സ്വഭാവം പ്രകടിപ്പിക്കാൻ പറ്റുന്നത്? അദ്ദേഹം പറഞ്ഞു, സ്നേഹിതന് വേണ്ടി ജീവൻ അർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല എന്ന് എൻ്റെ കർത്താവ് എന്നെ പഠിപ്പിച്ചു. ഇന്ന് രാവിലെയും അതിൻ്റെ ഓർമ്മയിൽ വിശുദ്ധ കുർബാന ആചരിച്ചിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്ന് നിൽക്കുന്നത്. നിങ്ങൾക്ക് എന്നെ തിന്നണമെങ്കിൽ തിന്നാം, കൊല്ലണമെങ്കിൽ കൊല്ലാം, ഇതാ ഞാൻ എൻ്റെ ജീവൻ തരുന്നു. സഹോദരങ്ങളെ, ചരിത്രം പറയുന്നു, ആ മനുഷ്യർ അവിടെ മുട്ടുകുത്തി, ആ കാട്ടാളന്മാരുടെ വർഗം മുഴുവൻ, ആയിരക്കണക്കിന് വരുന്ന ജനം കത്തോലിക്ക തിരുസഭയിലേക്ക് ജ്ഞാനസ്നാനം സ്വീകരിക്കുകയാണ്. കരമടിച്ച് കർത്താവിന് നന്ദി കൊടുക്കാം. ആരാധിക്കുന്ന വ്യക്തികൾ 5 മിനിറ്റ് കൊണ്ട് ആയിരങ്ങളെ നേടുമ്പോൾ നമ്മളൊക്കെ എത്ര കഷ്ടപ്പെട്ടാലാണ് ഒരാളെ ഒന്ന് പിടിക്കാൻ പറ്റുന്നത്? ആരാധിക്കാൻ അറിയാവുന്നവൻ ആരാധിച്ച് വളർന്നു കഴിയുമ്പോൾ നമ്മുടെ മക്കളെ എല്ലാം നേടാനായിട്ട് പറ്റുന്നു. ഉച്ചത്തി പറഞ്ഞ മക്കളെ ഹല്ലേലൂയ. അമേരിക്കയിലെ പ്രശസ്തനായ ഒരു സുവിശേഷകന്റെ സാക്ഷി ഞാൻ കേട്ടതാണ്. അയാൾക്ക് അപ്പനെ ഒട്ടും ഇഷ്ടമല്ലായിരുന്നു. അപ്പൻ സുവിശേഷം പ്രസംഗിക്കുന്നത് ഇഷ്ടമല്ല. കാര്യം എല്ലാ അപ്പന്മാരും ജോലി ചെയ്ത് ജീവിക്കുമ്പോൾ ഈ അപ്പൻ രാവിലെ പ്രസംഗിക്കാൻ പോകുന്നു, അപ്പനെ ഇഷ്ടമല്ല.
അങ്ങനെ അപ്പൻ കർത്താവിനെതിരായിട്ടാണ് വളർന്നു വന്നത്, മദ്യപാനിയായിട്ട് വളർന്നു വന്നു. 18 വയസ്സുള്ള സമയത്ത് അപ്പം വീട്ടിലില്ലാത്തപ്പം വീട്ടിലെ ബെൻസ് കാർ, പുതിയ ഏറ്റവും നല്ല ബെൻസ് കാർ എടുത്തുകൊണ്ട് പോയി വെള്ളം അടിച്ചുകൊണ്ടാണ് ഡ്രൈവ് ചെയ്ത് അമേരിക്കയിൽ. കാർ ആക്സിഡന്റിൽ പെട്ടു, ഒരു ട്രക്കുമായിട്ട് കൂട്ടിയിടിച്ചു, തവിട് പൊടിയായി, ജീവൻ രക്ഷപ്പെട്ടെന്ന് മാത്രമേ ഉള്ളൂ. വൈകുന്നേരം വിറച്ച് വരുമ്പോ അപ്പൻ നേരെ ഫ്രണ്ടിൽ തന്നെ നിൽപ്പുണ്ട്, മുഖമടച്ചൊരു അടി ഉറപ്പാണ്. കേറി വന്ന പട പറഞ്ഞു, പപ്പയുടെ പുതിയ ബെൻസ് കാറ് പപ്പയോട് ചോദിക്കാതെ ഞാൻ എടുത്തുകൊണ്ട് പോയി, പപ്പ ട്രക്കുമായിട്ട് കൂട്ടിയിടിച്ചു പപ്പ. ആ മനുഷ്യൻ അവിടെ നിന്നൊരു ചോദ്യം ചോദിച്ചു, മോനെ നിനക്ക് വല്ലതും പറ്റിയോ? ഇല്ല പപ്പ, ഇവിടെ ഒരു ചെറിയ പോറൽ മാത്രമേ ഉള്ളൂ. എന്റെ പൊന്നു മോൻ ഇങ്ങോട്ട് കയറിപ്പോര്, പ്രൈസ് യു ജീസസ്, നിനക്കൊന്നും പറ്റിയില്ലല്ലോ, കയറിപ്പോര്, കാർ പോട്ടെ മോനെ, നമുക്ക് പിന്നീടാണല്ലോ ഒരെണ്ണം മേടിക്കാൻ, നിനക്ക് വല്ലതും പറ്റി എന്ത് ചെയ്യുമായിരുന്നു? മോൻ അകത്തോട്ട് പൊയ്ക്കോ എന്ന് പറഞ്ഞു. ആ മനുഷ്യൻ എഴുതി വെച്ചിരിക്കുന്നത് ഞാൻ വായിച്ചതാണ്. ഞാൻ എൻ്റെ ബെഡ്റൂമിലേക്ക് കയറി ചെന്നു, അവിടെ ഞാൻ കാർപ്പറ്റിൽ മുട്ടുകുത്തി, ഞാൻ എൻ്റെ കൈകൾ സ്വർഗത്തിലേക്ക് ഉയർത്തി, എന്നിട്ട് ഞാൻ ഇപ്രകാരം പറഞ്ഞു, പിതാവായ ദൈവമേ, എന്റെ ഭൂമിയിലെ പപ്പ ഞാൻ ഒരു തെറ്റ് ചെയ്തപ്പോൾ ഇങ്ങനെയാണ് എന്നോട് പ്രതികരിച്ചതെങ്കിൽ, സ്വർഗത്തിലെ എന്റെ പപ്പായേ, എന്റെ തെറ്റുകളോട് അങ്ങ് എങ്ങനെയാണ് പ്രതികരിക്കുന്നത് എനിക്ക് മനസ്സിലായി, എന്നെ മകനായി സ്വീകരിക്കണമേ. അദ്ദേഹം പറഞ്ഞതാണ്, എന്റെ വീണ്ടും ജനനാനുഭവം എന്റെ മുറിയിൽ വെച്ചുണ്ടായി. അതിന് കാരണം ആരാധിക്കാൻ അറിയാവുന്ന എന്റെ പപ്പാടെ വായിൽ നിന്ന് പുറത്തേക്ക് വന്ന സ്നേഹത്തിന്റെ ഒരു വാക്കായിരുന്നു. ഉച്ചത്തിൽ പറഞ്ഞ മക്കളെ ഹല്ലേലൂയ. നമ്മൾ പോലും അറിയാത്ത സമയത്ത് നമ്മൾ മക്കളോട് അവരുടെ ബലഹീനതയിൽ, അവരുടെ പരാജയത്തിൽ, അവർക്ക് മാർക്ക് കുറഞ്ഞ സമയത്ത്, അവരുടെ അനുസരണക്കേടിൽ, വേദനയിൽ നമ്മൾ അവരോട് പറഞ്ഞ ഒരു വാക്ക്, നമ്മൾ പോലും അറിയാത്ത ചലനം, വർഷങ്ങൾ, നിത്യത വരെ പിടിച്ചു കുലുക്കുന്ന ഒരു ചലനം അവരുടെ ജീവിതത്തിൽ ഉണ്ടാക്കും. ഒന്നുകൂടെ ഞാൻ പറയട്ടെ, ഉണക്കമീൻ കടയിൽ അരമണിക്കൂർ ഇരുന്നിട്ട് വന്നപ്പോൾ ഉണക്കമീന്റെ മണമടിച്ചെങ്കിൽ 1 മണിക്കൂർ കർത്താവിന്റെ അടുത്ത് മൂരിലിരുന്നിട്ട് വന്നാൽ വീട്ടിൽ എല്ലാവർക്കും ക്രിസ്തുവിന്റെ സൗരഭ്യം പരക്കാൻ തുടങ്ങും. ചേർന്ന് പറ മക്കളെ ഹല്ലേലൂയ. മരിക്കുന്നത് ആരാധിച്ചുകൊണ്ടായിരിക്കണം. എനിക്ക് ഇഷ്ടപ്പെട്ട മരണം ആരുടെയാണെന്നറിയാവോ? യാക്കോബിന്റെ മരണമാണ്. വടി, ഹെബ്രായ ലേഖനം 11 കാണുന്നു, വടി ഊന്നി നിന്ന് ദൈവത്തെ ആരാധിച്ചുകൊണ്ട് ജോസഫിന്റെ മക്കളെ അനുഗ്രഹിച്ചു. മരിക്കുന്നത് അങ്ങനെയാണ്. അദ്ദേഹത്തിന്റെ മരണം ആരാധിച്ചുകൊണ്ടാണ്. ആരാധനയുടെ മനുഷ്യൻ ആരാധിച്ചു മരിക്കുകയാണ്, വിറക്കുകയാണ്. അതുകൊണ്ട് വടി ഊന്നി നിന്ന് ദൈവത്തെ ആരാധിച്ചുകൊണ്ട് ചെറുമക്കളെ 2 പേരെയും അനുഗ്രഹിച്ചുകൊണ്ട് മരിച്ചു. ആരാധിച്ചുകൊണ്ട് മരിക്കാനുള്ള ഭാഗ്യവും ദൈവം നമുക്ക് തരും. ചേർന്ന് പറ ഹല്ലേലൂയ. മുഴുവൻ ഒരു ആരാധനയായിട്ട് കുരിശിൽ കിടന്നുകൊണ്ട് അവസാനം ഒരു ആരാധനയല്ലേ, പിതാവേ അങ്ങയുടെ കരങ്ങളിൽ എന്റെ ആത്മാവിനെ ഞാൻ തരുന്നു. ബാക്കിയെല്ലാം അടിച്ചു പറിച്ചു പിതാവേ, തൊടാത്തതൊന്നേ ഉള്ളൂ ആത്മാവ്, ബാക്കിയെല്ലാം അടിച്ചു പൊട്ടിച്ചു, രക്തം മുഴുവൻ വീണു, എല്ലാം പോയി, ഇനി തരാൻ ആത്മാവ് മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം ചെതറിക്കഴിഞ്ഞു. ആ ആത്മാവിനെ അങ്ങയുടെ കരങ്ങളിൽ ഞാൻ സമർപ്പിക്കുന്നു. ആരാധിച്ചുകൊണ്ട് തന്നെയാണ് യേശു ക്രിസ്തു ഈ ലോകത്തിലേക്ക് കടന്ന്. നമ്മുടെ ജീവിതം മുഴുവൻ ഒരു ആരാധനയായിരിക്കട്ടെ. ചേർന്ന് പറഞ്ഞേ മക്കളെ ഹല്ലേലൂയ. ഫ്ലൈറ്റിൽ ഇരിക്കുമ്പോൾ, ഹോസ്പിറ്റലിൽ പോകുമ്പോൾ, നിങ്ങൾ രോഗികളെ കാണുമ്പോൾ, നിങ്ങൾ ഡോക്ടറിന്റെ അടുത്ത് നിൽക്കുമ്പോൾ, എവിടെ ഇരിക്കുമ്പോൾ ഉള്ളിൽ ഒരു ആരാധന ഉയർന്നുകൊണ്ടിരിക്കട്ടെ. ബലിപീഠത്തിലെ അഗ്നി ഒരിക്കലും കെട്ടുപോകരുതെന്നാണ് ലേവ്യരുടെ പുസ്തകത്തിൽ പറയുന്നത്. എപ്പോഴും ഒരു ആരാധന ഉണ്ടായിക്കൊണ്ടിരിക്കണം. ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. കരമുയർത്തി കർത്താവിനെ ഒന്ന് സ്തുതിച്ചേ മക്കളെ ഹല്ലേലൂയ. നന്നായിട്ട് സ്തുതിച്ചേ. ദൈവമേ നിന്നെ ആരാധിക്കും. നല്ല സ്വരത്തിൽ നിന്ന് സ്തുതിക്കാമോ? ഹല്ലേലൂയ. ഓ ശക്തിയോടെ കർത്താവിനെ സ്തുതിക്കാം നമുക്ക്. ഹല്ലേലൂയ. ഹല്ലേലൂയ. നിങ്ങൾക്കറിയാവോ, നമ്മള് ഫ്ലൈറ്റിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഞാൻ നിങ്ങളോട് തുറന്നു പറയാണ്, ഇവിടുത്തെ ആൾക്കാരെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അവരൊരു സ്ത്രീയും പുരുഷനും ചുംബിക്കാൻ ഒരു പേടിയില്ല. നമ്മൾ നിൽക്കുന്നൊന്നും അവർക്ക് പ്രശ്നമല്ല. നിങ്ങൾ പേടിക്കുന്നുണ്ടോ? അവർ കെട്ടിപ്പിടിക്കുന്നു, ചുംബിക്കുന്നു. ഒരു ദിവസം എയർപോർട്ടിൽ ഇത് നടന്നുകൊണ്ടിരിക്കുക, 2-3 പേരെന്റെ അറ്റത്ത് നിന്ന് അപ്പുറം ഇപ്പുറവും കെട്ടിപ്പിടിക്കുന്നു, എല്ലാ പരിപാടികളും നടക്കുകയാണ്. ഞാൻ വിചാരിച്ച അങ്ങനെയാണെങ്കിൽ ഇവർക്ക് സ്നേഹിക്കുന്നവരെ തമ്മിലുള്ള കാര്യം ഇവർക്ക് കാണിക്കാമെങ്കിൽ എന്നെ സ്നേഹിക്കുന്ന ആളുമായിട്ടുള്ള ഡ്രാമ ഞാനും കാണിക്കും. ഞാൻ ആ എയർപോർട്ടിൽ ഇരുന്നോണ്ട് നടുക്കിരുന്നോണ്ട് തന്നെ അന്നേരത്തേക്ക് എന്നെ എല്ലാവരും കിറുക്കനെ നോക്കുന്നത് പോലെ നോക്കുകയും, കെട്ടിപ്പിടിച്ച് സ്ത്രീയും പുരുഷനും ചുംബിക്കുമ്പോൾ അത് നോർമൽ.
ഞാൻ സ്നേഹിക്കുന്ന എൻ്റെ ദൈവത്തെ ഞാൻ കെട്ടിപ്പിടിച്ച് ആരാധിച്ചപ്പോൾ പ്രാന്തനെ നോക്കുന്നത് പോലെ എന്നെ നോക്കി. സഹോദരങ്ങളെ, സ്വന്തം വസ്ത്രം അഴിഞ്ഞുപോയി, അടിവസ്ത്രം മാത്രമായി പോയിട്ടും അത് അറിയുക പോലും ചെയ്യാതെ വാഗ്ദാന പേടകത്തിന്റെ മുൻപിൽ കരമടിച്ച് തുള്ളിച്ചാടി ദൈവത്തെ ആരാധിക്കുന്ന ദാവീദിനെ സ്വർഗത്തിരുന്ന ദൈവം കണ്ടു. ഇങ്ങനെ പറഞ്ഞു ദൈവം, ജെസ്സയുടെ പുത്രനായ ദാവീദിൽ എന്റെ ഹൃദയത്തിനിണങ്ങിയ ഒരു മകനെ ഞാൻ കണ്ടെത്തിയിരിക്കുന്നു. മോശയെ പറ്റി പറയാത്തത്, ഏലിയായെ പറ്റി പറയാത്തത്, ജോഷുവയെ പറ്റി പറയാത്തത്, പത്രോസിനെ പറ്റി പറയാത്തത്, പൗലോസിനെ പറ്റി പറയാത്തത്, ദാവീദിനെ പറ്റി പറഞ്ഞു. ജെസ്സയുടെ പുത്രനായ ദാവീദിൽ എന്റെ ഹൃദയത്തിനിണങ്ങിയ ഒരു മകനെ ഞാൻ കണ്ടു. ഹല്ലേലൂയ. സ്ത്രീകളും കുട്ടികളും പുരുഷന്മാരും എല്ലാവരും നോക്കി നിൽക്കെ വസ്ത്രമെല്ലാം അഴിഞ്ഞുപോയി അടിവസ്ത്രം മാത്രം ഇട്ടുകൊണ്ട് ദൈവത്തെ ആരാധിക്കുന്ന ദാവീദിനെ സ്വർഗം കണ്ടു. മീഖാൾ കളിയാക്കി, പരിഹസിച്ചു. ഒരു ഭാര്യ, വചനം പറയുന്നു, മരണം വരെ അവൾക്ക് മക്കളില്ലായിരുന്നു. ഞാൻ പറയട്ടെ, നമ്മളിൽ നിന്നും ആത്മീയമായ യാതൊന്നും പുറത്തേക്ക് വരാത്ത അവസ്ഥയാണ് ആരാധിക്കാതിരിക്കുന്ന അവസ്ഥ, അല്ലെങ്കിൽ ആരാധനയെ തടയുന്ന അവസ്ഥ. ഹല്ലേലൂയ. മരണം വരെ നമ്മൾ നിന്ന് പൂട്ടിപ്പോവുകയാണ്. നമ്മൾ ആരാധിക്കുമ്പോൾ സകലതും പുറത്തേക്ക് വരികയാണ്. ശ്രദ്ധ പറഞ്ഞേ ഹല്ലേലൂയ. ആരാധിച്ചുകൊണ്ട് ജീവിക്കാനും ആരാധിച്ചുകൊണ്ട് മരിക്കാനും ദൈവം നമ്മളെ വിളിക്കുന്നു. നമ്മുടെ ജീവിതം മുഴുവൻ ഒരു ആരാധനയുടെ താറ്റേറിട്ട്. ഫ്ലൈറ്റിൽ ഇരിക്കുമ്പോഴും ഞാൻ ചിലപ്പോൾ ഇതുപോലെ കൈപൊക്കി പിടിക്കും. കാര്യം ഒരിക്കൽ എൻ്റെ അടുത്തിരിക്കുന്ന 2 പേര് കലാപരിപാടി കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് അന്നേരം തോന്നി എൻ്റെ കലാപരിപാടി ഞാനും കാണിക്കും. ഞാനും പതുക്കെ കൈപൊക്കി പിടിച്ചുകൊണ്ടിരുന്നു. ഹല്ലേലൂയ. അന്നേരം വീണ്ടും നോക്കുകയാണ്, വട്ടനെ നോക്കുന്നത് പോലെ. മറ്റത് നോർമൽ, ഇത് അബ്നോർമൽ. ഇങ്ങനുണ്ട്. അത് നോർമൽ, ഇത് അബ്നോർമൽ. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മൾ സ്നേഹിക്കുന്ന ദൈവത്തെ ദാവീദിനെ പോലെ മഹത്വപ്പെടുത്തുവാനും ഏത് സമൂഹ മധ്യത്തിലും കൈയടിക്കുവാനും തുള്ളിച്ചാടുവാനും ദാവീദ് ആരാധിച്ചത് ജനങ്ങളുടെ അഭിപ്രായം നോക്കാതെയാണ്. ദൈവം നമ്മളെ വിളിക്കുന്നു, നമ്മളും മനുഷ്യരുടെ അഭിപ്രായം പരിഗണിക്കാതെ ദൈവത്തെ ആരാധിക്കാനായിട്ട് പഠിക്കണം. ചേർത്ത് പറഞ്ഞേ ഹല്ലേലൂയ. നിങ്ങൾ ജോൺ പോൾ മാർപ്പാപ്പയുടെ ജീവിതത്തിലൊരു ചരിത്രം. അദ്ദേഹം കൂലിപ്പണിക്കാരനായിരുന്നു. നിങ്ങൾക്ക് എത്ര പേർക്കറിയാം? അദ്ദേഹം കൂലിപ്പണിക്കാരനായിരുന്നു. പാറമടയിൽ പാറ പൊട്ടിക്കുന്ന, കഠിനമായി കഷ്ടപ്പെടുന്ന കൂലിപ്പണിക്കാരനാണ്. പക്ഷേ പാറ പൊട്ടിക്കുന്ന, വിയർത്തൊലിക്കുന്ന വെയിലിൽ ഈ പാറ പൊട്ടിക്കുന്നതിന്റെ ഇടയ്ക്ക് ഉച്ചയ്ക്ക് 12 മണിക്ക് ഇടവക ദേവാലയത്തിൽ മണിയടിക്കും. ഈശോയെ എടുത്ത് ഉയർത്തുന്ന സമയമുണ്ട്. നിങ്ങൾക്കറിയാം, ആ സമയത്ത് മണിയടിക്കുകയാണ്. ഇദ്ദേഹം കോടാലി താഴേക്ക് ഇട്ടിട്ട് പാറ പൊട്ടിക്കുന്ന പരിപാടി വിട്ടിട്ട് ഇദ്ദേഹം അവിടെ മുട്ടിന്മേൽ നിന്ന് ദൈവത്തെ ആരാധിക്കും. ഒരു 10 മിനിറ്റ് ദൈവത്തെ ആരാധിക്കും. മുതലാളി ഒരു ദിവസം വിളിച്ചിട്ട് പറഞ്ഞു, അതേ ജോൺ പോൾ, ഈ വൈറ്റിവ എന്നാണല്ലോ പേര്, വൈറ്റിവ, താങ്കൾ കള്ളപ്പണിയാണ് ചെയ്യുന്നത്. താങ്കൾ എല്ലാ ദിവസവും 10 മിനിറ്റ് പണി ചെയ്യാതെ എന്റെ ശമ്പളം മേടിക്കുന്നു. താങ്കൾ 10 മിനിറ്റ് ദൈവത്തെ ആരാധിച്ചിട്ട് എന്റെ കൂലി മേടിക്കുന്നു. വൈറ്റിവ തിരിച്ചു പറഞ്ഞു, സാർ, ഞാൻ സാറിനെ ഇന്ന് വരെ പറ്റിച്ചിട്ടില്ല. എല്ലാ പണിക്കാരും 5 മണിക്ക് മടങ്ങിപ്പോകുമ്പോൾ ഞാൻ 5:15 വരെ പാറ പൊട്ടിച്ചതിന് ശേഷമാണ് ഞാൻ എൻ്റെ വീട്ടിലേക്ക് മടങ്ങുന്നത്. സഹോദരങ്ങളെ, അടുത്ത ദേവാലയത്തിൽ ആ സമയത്ത് പോകാൻ പറ്റാത്തത് കൊണ്ട് പാറ പൊട്ടിക്കുന്ന സമയത്ത് തൻ്റെ ആലയത്തിൽ, തൻ്റെ ദേവാലയത്തിൽ വിശുദ്ധ കുർബാന ഉയർത്തപ്പെടുന്നത് കാണുമ്പോൾ എല്ലാ പണിയായുധങ്ങളും താഴെ വെച്ച് ദൈവത്തെ ആരാധിച്ച കൂലിപ്പണിക്കാരനെ സ്വർഗം നോട്ടമിട്ടു. കത്തോലിക്ക സഭയെ 32 വർഷത്തിലധികം നയിക്കാൻ ഇവൻ മതിയായവനെന്ന് ദൈവം തീരുമാനമെടുത്തു. കൈയടിച്ച മക്കളെ, നിങ്ങൾ മനസ്സിലായെങ്കിൽ ഞാൻ പറഞ്ഞ മെസ്സേജ് നിങ്ങൾക്ക് പിടികിട്ടിയെങ്കിൽ, ജനങ്ങളുടെ അഭിപ്രായം നോക്കാതെ ദൈവത്തെ ആരാധിക്കുമ്പോൾ ദൈവം പറയാണ്, ഞാൻ നിന്റെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരും. നിങ്ങളോട് ഞാനൊരു കാര്യം പറയാം. ഇന്ന് ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന മക്കളായിരിക്കും കുറെ വർഷങ്ങൾക്ക് ശേഷം ബഥേൽ വന്ന് ദൈവത്തിന്റെ വചനം ഇടിമിന്നൽ പോലെ പ്രസംഗിക്കാൻ പോകുന്നത്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. നിങ്ങൾ ആരാധിക്കാൻ പഠിക്കണം. മക്കൾ കിടന്നുറങ്ങിക്കഴിയുമ്പോൾ അവരുടെ തലയിൽ കൈവച്ചിട്ട് കുറച്ചു നേരം ദൈവത്തെ ആരാധിക്കണം. ഈ കുഞ്ഞിനെ തന്നതിനായി ആരാധന, ആരാധന, ആരാധന. മാസങ്ങൾ, വർഷങ്ങൾക്ക് വഴിമാറും. പിന്നീട് അത് അഭിഷേകത്തിന് വഴിമാറും. പിന്നീട് അത് വിശുദ്ധിക്ക് വഴിമാറും. പിന്നീട് അത് മഹത്വത്തിലേക്ക് വഴിമാറും. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ആരാധിച്ച് പഠിച്ചു തുടങ്ങുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുക തന്നെ ചെയ്യും.